കുഴപ്പങ്ങളുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ റിസൾട്ടിനെ കൊണ്ടുപോയി എത്തിക്കരുത്. നമ്മുടെ റിസൾട്ട് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റും. നമ്മുടെ റിസൾട്ട് നമുക്ക് കുറെ റിസൾട്ട് കിട്ടി എന്നുള്ളതുകൊണ്ട് അത് ആളുകളെ കാണിക്കാം, ചിലപ്പോൾ നമുക്ക് ഫ്ലെക്സ് അടിക്കാം, നമുക്ക് പറയാം എന്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. അതല്ല, ഏറ്റവും നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് റിസൾട്ട്. നമ്മുടെ റിസൾട്ട് എന്തിനു വേണ്ടിയാ? നമുക്ക് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ റിസൾട്ട് തെളിയിക്കുന്നത്. ഇപ്പൊ അത് മാറിയാക്കാം. ഇപ്പോഴത്തെ സ്വഭാവം മാറിയിട്ട് റിസൾട്ട് ഒരു സൈഡിൽ കൂടെ, A+ഉം B.Tech-ഉം MBBS-ഉം ഒരു സൈഡിൽ കൂടെ അതുണ്ടോ, എല്ലാം ഉണ്ട്. എന്നാൽ അതുകൊണ്ടുള്ള ഗുണം അവിടെ എത്തണില്ല. അങ്ങനെ ഉണ്ടാവുന്നതാണ് കൂടുതൽ കുട്ടികൾക്കും അബദ്ധം പറ്റുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൃത്യമായ ഇവാലുവേഷൻ, കൃത്യമായ റിസൾട്ട് ആയിരിക്കും. അപ്പോഴാണ് ആ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ബൈവീക്കിലി എക്സാം നടത്തുമ്പോൾ ഞാൻ അനന്തപുരത്തൊക്കെ പറയും, ഓഫീസിൽ നടത്തണവരോടൊക്കെ ഞാൻ പറയും, ബൈവീക്കിലിക്ക് കൃത്യമായി 2 ഡിവൈസ് ഇല്ലാത്തവരെ പരീക്ഷ എഴുതിക്കണ്ട, 2 മൊബൈല് കൃത്യമായി സംശയമുള്ളവരെ ഇവിടെ കൊണ്ട് പരീക്ഷ എഴുതിച്ചോ. എങ്കിലല്ലേ ബൈവീക്കിലിന്റെ റിസൾട്ട് അറിയുമ്പോൾ നമുക്ക് ആ കുട്ടിയെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെ കോപ്പി അടിച്ചു, നിങ്ങൾ എവിടെ ഗ്രൂപ്പിൽ തന്നെ ആൻസർ എഴുതി വിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും പാസ്സായിട്ടുണ്ടാവും. എന്തെങ്കിലും ഗുണമൊന്നുണ്ടാവും, ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടും. അതാണ് പരീക്ഷയുടെ റിസൾട്ട്. അതുകൊണ്ടാണ് പല കോളേജുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാം, എൻട്രൻസ് എക്സാം, റൈറ്റ്? എൻട്രൻസ് എക്സാം എന്തിനാ? ആ എൻട്രൻസ് എക്സാമിൽ അത് റീഡ് ചെയ്യും, ഈ കുട്ടിക്ക് ബോധം ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ ഇവന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാൻ പറ്റണില്ല, ഇവന്റെ A+ഉം ഇവന്റെ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റണില്ല ഇവനെ എന്റെ സ്ഥാപനത്തിൽ ചേർക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അതാണ് എൻട്രൻസ് വെക്കാൻ കാരണം. അല്ലെങ്കിൽ റിസൾട്ട് നോക്കി എടുത്താൽ മതിയല്ലോ. പരീക്ഷകളെ അവരത്ര കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കിട്ടാത്ത. അങ്ങനെ കുട്ടികൾക്ക് പലർക്കും എൻട്രൻസ് എഴുതുമ്പോൾ കിട്ടൂല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റിസൾട്ട് അതങ്ങനെ ശരി കൂടെ നടക്കും. പഠനവും പ്രിപ്പറേഷനും നമ്മുടെ കൃത്യ ടാർഗറ്റ് അനുസരിച്ചിട്ടായി. അതും റിസൾട്ടുമായി യഥാർത്ഥത്തിൽ ബന്ധമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബന്ധമില്ല, ഇത് വേറെ സൈഡിൽ കൂടെ നടക്കണം കേട്ടോ. അത് ഏതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് ഇന്ന കോഴ്സ് പഠിക്കണം. ആ പ്ലാൻ ഉള്ളവർ അവരുടെ എൻട്രൻസ് എന്താണ്, അവരെ കിട്ടാനുള്ള എന്താണ്, ഈ റിസൾട്ട് കൊണ്ട് നടക്കില്ല. അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ തൊട്ടടുത്ത കോളേജിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത്, തൊട്ടടുത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടും ചിലപ്പോൾ. അപ്പോൾ എയ്ഡഡ് കോളേജൊന്നും കിട്ടൂല. MA കോളേജ് ഇവിടെ തൊട്ടടുത്തടുത്ത് ഈ ഏരിയയിൽ എത്ര കുട്ടികൾക്ക് കിട്ടൂല. അവിടെ MA എഞ്ചിനീയറിംഗ് കോളേജ് അത് കിട്ടണമെങ്കിൽ ഓൾ കേരള ഈ രീതിയിലാണ് അവിടെ സെലക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചിന്ത പിള്ളേരുടെ മനസ്സിൽ വേണം. നല്ല സ്ഥാപനങ്ങളിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ബുക്ക് അടച്ചു വെക്കുക. റിസൾട്ടുമായി ബന്ധപ്പെട്ട് ബുക്ക് അടച്ചു വെക്കുക. ലെറ്റ് us see what we are discussing. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ബുക്ക് അടച്ചു വെച്ച് അന്നറേഷൻ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മള് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. അതെ, അതൊക്കെയാ പറഞ്ഞത്. അത് എന്തുമായി ബന്ധപ്പെട്ടാൽ മതി, എഡ്ഡി കറന്റ് ആണ്. എഡ്ഡി കറന്റ് എന്താ ഉദ്ദേശിക്കണേ? ഒരു ഷോർട്ട് ഫോം പറയാം. എന്താ എഡ്ഡി കറന്റ്? ഒരു മെറ്റൽ റോഡ് ഒരു നോർത്ത് സൗത്തും ഉള്ള മാഗ്നറ്റിന്റെ അകത്തോടെ കയറ്റി വിടുമ്പോ അതിന്റെ അകത്ത് ഉണ്ടാകുന്ന EMF. ശരി, അതിനുണ്ടാകുന്ന EMF, അതിനകത്തുണ്ടാകുന്ന കറണ്ടിനാണ് എഡ്ഡി കറൻസ് എന്ന് പറയുന്നത്. ശരി, ഭീമ ബീവി, ഈ എഡ്ഡി കറൻസ് വഴി എന്താണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്? എന്താ ഉള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്? എന്താ ഉള്ള? രണ്ടും ഉണ്ടോ? ലോസ് ഓഫ് എനർജി, ഹീറ്റിന്റെ രൂപത്തിൽ എനർജി പോകും. ഡിസഡ്വാൻറ്റേജ് അപ്പൊ അതാണ് ഡിസഡ്വാൻറ്റേജ്. ശരിയാ, ഹീറ്റ് എനർജി ആയിട്ട് ലൂസും. അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഐഷാന? അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാവുന്നത്? ഇൻഡ്യൂസിങ് ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് അല്ലേ? ഇൻഡക്ഷൻ ഫർണസ്, ഇൻഡ്യൂസിങ് അല്ല, ഇൻഡക്ഷൻ ഫർണസ്. അതിന് വേണ്ടിയാ എന്താ ചെയ്യുന്നത്? ഒരു സോളിനോയിഡിന്റെ ഉള്ളില് ഒരു മെറ്റൽ പീസ് വെച്ചിട്ട് ഓൾട്ടറിംഗ് കറണ്ട് കൊടുക്കും. അപ്പൊ അവിടെ കറണ്ട് കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ എഡ്ഡീസ് കറണ്ട് ഉണ്ടായി അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകുമ്പോൾ ആ മെറ്റല് ഹീറ്റായി മെൽറ്റ് ആവും. ശരി, ഇൻഡക്ഷൻ ഫർണസിൽ നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞത്. കാരണം ഐഷാഹന പറഞ്ഞു ഇൻഡക്ഷൻ ഫർണസിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറെ കുറെ ഉപയോഗങ്ങളും അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ബ്രേക്കിംഗ് നേരത്തെ ആരാണ്ട് പറഞ്ഞു, അന്ന പറഞ്ഞ മാഗ്നറ്റിക് ബ്രേക്കിംഗിൽ ഉപയോഗിക്കാം. ഞാൻ ചോദിക്കട്ടെ സുഹൈലെ,
ഈ എഡ്ഡി കറണ്ട് ഒരു കുഴപ്പമാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. അത് കുറയ്ക്കാനൊക്കെയായിട്ട് ഈ ട്രാൻസ്ഫോമറിലേക്ക് എന്തൊക്കെ ചെയ്യണേ, എങ്ങനെയൊക്കെ അത് കുറയ്ക്കണേ? മിനിമൈസ് ചെയ്യണം എങ്ങനെയാ? എന്തെല്ലാം മെത്തേഡ് ഉപയോഗിച്ചാൽ മിനിമൈസ് ചെയ്യണം? എങ്ങനെയാണ് മിനിമൈസ് ചെയ്തെടുക്കണേ? ഞാൻ പ്രത്യേകം കാണിച്ചു പഠിപ്പിച്ചാണല്ലോ, അത് ഓർത്താ പറയാവുന്നതാണല്ലോ. ഇല്ല, നീ ഇവിടെ ഒന്ന് പറഞ്ഞ് പഠിച്ചേപ്പിക്കുക. ഫൈസ പറഞ്ഞേ, ഞാൻ പേര് ഇവിടെ ഒന്ന് നീ പഠിച്ചേപ്പിക്കുന്നത്. ഫൈസ പറഞ്ഞേ, ഫൈസ പറഞ്ഞേ, എങ്ങനെ മിനിമൈസ് ചെയ്യാം? ലെയറായിട്ട് ഓർക്ക കേൾക്കണില്ലടാ, റേഞ്ച് ക്ലിയർ ആക്കി ആദ്യം, അല്ല മറ്റേ ഐറ്റംസ് ഡിവൈസ് ക്ലിയർ ആക്കി. ആരെ ഡിഫറെന്റ് ലെയർ ആക്കണം? ആരെയാണ് ഈ ഡിഫറെന്റ് ലെയർ ആക്കണേ? കോയിലിനെ, ചുറ്റുന്ന കോയിലാണോ ഡിഫറെന്റ് ലെയർ ആക്കുന്നത്? കോയിലാണോ ഈ എഡ്ഡി കറന്റ് പ്രശ്നം? എന്തിനാണെന്നൊന്നും മനസ്സിലാവണില്ലോ. അത് പറഞ്ഞ കൈലാസനാഥൻ, നീ പറയണത് ക്ലാരിറ്റി ഇല്ലല്ലോ. നീ പറയണതിനൊന്നും ഒരു ആൻസർ അല്ലല്ലോ. അതൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണല്ലോ പറഞ്ഞത്. എന്തൊക്കെ എവിടെയൊക്കെ പറയണേ. വേറെ ചുറ്റിയിരിക്കുന്ന കോർ ഒന്ന് വായിക്കാനുള്ള വാക്കുകൾ വായിക്കണില്ല. ആ വാക്കുകൾ ഉപയോഗിക്കണ്ടേ? ടെർമിനോളജി. കോർ അല്ലെങ്കിൽ ആ മെറ്റൽ ബ്ലോക്ക്, മെറ്റൽ പീസ്, അതിനെന്താക്കും? ലെയറുകളാക്കും. പിന്നെ ഒരു മെത്തേഡ്. പിന്നെ വേറെ എന്താ അതിനകത്തുള്ളത്? ഓരോ ലെയറുകളും ലാമിനേറ്റ് ചെയ്യും. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്താൽ നമുക്ക് അതിന് ഈ കട്ട് ചെയ്യുന്ന എന്താ ഉദ്ദേശിച്ച യാസിനബു? എന്ത് കട്ട് ചെയ്യുന്നു യാസിനബു ഉദ്ദേശിച്ച? കട്ടിങ് ഗ്യാപ്പുകൾ, ചെറിയ ചെറിയ ഗ്യാപ്പുകൾ, കട്ടിങ് സ്ലോട്ട്സ്. ആ വാക്ക് വായിക്കണം. അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം പോരാ. അവിടെയാണ് അതിലും വലിയ പ്രശ്നം. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അത് പോരാ. വാക്കുകൾ വായിച്ച് ടെർമിനോളജി പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. കട്ടിങ് സ്ലോട്ട്സ്, അതിനാണല്ലോ അത് വായിക്കാൻ പറഞ്ഞത്. ശരി, അപ്പൊ സ്വയം ഫയസ്ക്ക് ഇവിടെ പറഞ്ഞേപ്പിക്കും. ഞാൻ അവിടെ പേരേജിട്ടൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞേപ്പിക്കട്ടോ. അങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യണത്, മാറ്റിയെടുക്കുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. റൈറ്റ്, നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇൻഡക്ടൻസുമായി ബന്ധപ്പെട്ട ഇൻഡക്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുക. ഓക്കെ, ഇൻഡക്ടൻസ്. Inductance. Okay. Induction, electromagnetic induction. രണ്ട് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെഷ്യൽ, രണ്ട് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചത്. രണ്ട് ടൈപ്പ് സ്പെഷ്യൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നറിയാം, ഫാരഡേ ലോ, അതൊക്കെ നമുക്കറിയാം. രണ്ട് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചേ? നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ ഫാത്തിമ ഇസ്മായിൽ? രണ്ട് സ്പെഷ്യൽ. റൂബി വിളിച്ചാണ്. ഏതൊക്കെ ടൈപ്പാ ഫാത്തിമ ഇസ്മായിൽ നമ്മൾ പഠിച്ചേ? രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഏതൊക്കെയാണ് ഫാത്തിമ ഇസ്മായിൽ? മോഷണൽ ഇഎംഎഫ്. ഒന്ന് മോഷണൽ ഇഎംഎഫ് ആണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് മോഷണൽ ഇഎംഎഫ് ആണ്. പിന്നെ എഡ്ഡി കറന്റ്. പിന്നെ എഡ്ഡി കറന്റ്. അത് അബ്സല്യൂട്ട്ലി രണ്ട് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് പഠിക്കാൻ പോകും. അപ്പൊ അങ്ങനെ നമ്പർ കൊടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം വേറെ വേറെ ക്വസ്റ്റ്യൻ ആൻസർ ആയി ഫീൽ ചെയ്യും.
അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല എങ്കിലും നമ്മൾ നമ്പർ കൊടുത്തതല്ല. ടൈപ്പ് 1 മോഷണൽ യൂണിഫോം, ടൈപ്പ് 2 എഡി കറൻസ് വിളിക്കും, ടൈപ്പ് 3 നമ്മൾ വിളിക്കുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ടൈപ്പ് 3. എന്നിട്ട് നമുക്കൊരു പേര് വിളിക്കാവുന്നുണ്ടോ ടൈപ്പ് 3 എന്ന്, അല്ലാതെ അങ്ങനെയൊന്നും അതിന് പേരൊന്നൊന്നുമില്ല, നമ്മുടെ പേരാണ് ടൈപ്പ് 3. ഓക്കെ, ടൈപ്പ് 3 നമ്മൾ പറയുന്നത് നിങ്ങൾ 2 കോയിൽ വെക്കുക, 2 കോയിൽ വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം എഴുതിയാൽ 2 കോയിൽ വെക്കുക. അതായത് സാധാരണ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അയൺ റോഡ് വെക്കുക, ഇങ്ങനെയാണ് 10ൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഒരു കോയിൽ നമ്മൾ ഇവിടെ വൂണ്ട് ചെയ്യുക, വേറെ കോയിൽ ഇവിടെ വൂണ്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഗാൽവനോമീറ്റർ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ബാറ്ററി കൊടുക്കുക, സ്വിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിക്കാറുള്ളത്. ഇതിന് കോയിൽ, ഇതിനകത്ത് I1 കറണ്ട് I1 എന്ന് ഇവിടെ കടത്തി വിടുക, ഇവിടെ കടത്തി വിടുക കേട്ടോ. തൊട്ടടുത്ത് വെക്കുക, കറണ്ട് I1 കൂടെ കടത്തി വിട്ടിട്ട് ഇതിന്റെ ഡെറിവേഷനോ കാര്യങ്ങളൊന്നും നമ്മൾ പോണില്ല, കോൺസെപ്റ്റ് പറയും. ഇതൊന്നും നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്തതാണ്, പക്ഷെ പഠിപ്പിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടാതെ പോകുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. കറണ്ട് I1 കടത്തി വിടുക. അപ്പൊ കോയിൽ ഇതാണ്. കോയിലിനെ നമ്പർ എന്തിനു പേരിട്ട് വിളിക്കാം? കോയിൽ 1 എന്ന് വിളിക്കാം, കോയിൽ 2 എന്ന് വിളിക്കാം, കോയിൽ 2 എന്ന് വിളിക്കാം. ഇതിന്റെ റേഡിയസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കോയിൽ 1, കോയിൽ 2 ഇത് അടുത്ത് വെക്കുക, വളരെ ചേർത്ത് വെക്കുക. ഏറ്റവും അടുത്ത് വെച്ചാൽ അത്ര നല്ലതാണ്. ഇതിന്റെ സ്വിച്ച് ഓൺ ഓഫ് ആക്കുക, ഓൺ ഓഫ്, സ്വിച്ച് ഓണും ഓഫ് ആക്കുക. അത് കറണ്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കണം. സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്നത് ഇതിനാണ്, ഓൺ ആക്കുക ഓഫ് ആക്കുക, വേരിയിങ് കറണ്ട് ആണ്. വേരിയിങ് കറണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നതില്ല, കറണ്ട് ചെയ്തുകൊണ്ടിരിക്കണം, വേരി ചെയ്തുകൊണ്ടിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ റീഡിങ് ഇവിടെ കാണിക്കും. ഇവിടെ ഒരു കറണ്ട് ഒഴുകും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, I2 ഫ്ലോ ചെയ്യും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ സംഭവം ഇതാണ്. ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഒരു കോയിൽ നമ്മൾ വെച്ചിട്ട് കറണ്ട് ഓണും ഓഫ് ആക്കും. അപ്പൊ ഇവിടുത്തെ എന്താ സംഭവിക്കണേ? ഇവിടെ കറണ്ട് ഓണും ഓഫ് ആക്കുമ്പോൾ ഇത് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ ചെയ്യണേ ഒന്ന് പറഞ്ഞ ആര്യ. നമ്മൾ ഇത് ഓണും ഓഫ് ആക്കുമ്പോൾ ഈ കോയിൽ 1 ബാറ്ററി ഓണും ഓഫ് ആക്കും, സ്വിച്ച് ഓണും ഓഫ് ആക്കുമ്പോൾ ഇത് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ സംഭവിക്കുന്നത്? ഇതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ സംഭവിക്കുന്നത്? അതും വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന് ചുറ്റും ഉണ്ടാവുന്ന സാധനമാണ്. കറണ്ട് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഏരിയയെ തന്നെയാണ് ആരും ഇരിക്കണേ. ഈ സെയിം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയയെ തന്നെയാണ് ആരും ഇരിക്കണേ. ഒന്ന് പറഞ്ഞ SMCS ആരിയിരിക്കുന്നേ? രണ്ടാമത്തെ കോയിൽ ഇരിക്കണേ. അതുകൊണ്ടാണ് രണ്ടാമത്തെ കോയിൽ ചേർത്ത് വെക്കാൻ പറ്റുന്നത്, ദൂരെ വെച്ചിട്ട് കഴിയില്ല. അപ്പൊ ആദ്യത്തെ കോയിലെ മനസ്സിലാക്കുന്ന രീതിക്ക് നിങ്ങളുടെ ഭാഷയിലാണ് എഴുതേണ്ടത്. ഇപ്പൊ മനസ്സിലാക്കിയ ശേഷം പലരും പറയുന്നതിന് ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഞാൻ ഫായിസിനോട് ചോദിച്ചിട്ട് ഫായിസിനെ കോർ ആ ഉള്ളിൽ വെച്ചാണ് ഭാഗമാണ് ലാമിനേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. അത് തിരിഞ്ഞിട്ട് അത് കൃത്യമൊന്നും ഇന്നലെ കേട്ടതെന്ന് എഴുതി വെച്ച് ഒന്നോടെ നോക്കിയാണെങ്കിൽ ഓക്കെയാണ്. അതൊന്നും നടക്കണില്ല മുഹമ്മദ് ഫായിസെ, അതൊന്നും നടക്കുന്നില്ല, ഉറപ്പാണത്. സുഹൈലിനും നടക്കണില്ല. അതൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഇന്നലെ ക്ലാസ് കേട്ടത് വെറുതെയാണ്, 100% വെറുതെ. അത്ര സിമ്പിൾ ടോപ്പിക്കാണുള്ളത്. അത് വീട്ടിൽ പോയി കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കേൾക്കുമ്പോൾ ബോധത്തോടെ കേൾക്കണം, അതാണ് ആവശ്യം. അപ്പൊ കോയിൽ 1 എന്ന് പറഞ്ഞ സാധനത്തിലെ ഓണും ഓഫ് ആക്കുമ്പോ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? വേരി ചെയ്യും. കറണ്ട് വേരി ചെയ്യാണ്. കറണ്ട് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ ഇത് ചുറ്റുമല്ലേ വേരി ചെയ്യണേ. ആ സ്ഥലത്താണ് നമ്മൾ ആരെ കൊണ്ടുവച്ചാണ്? കോയിൽ 2 കൊണ്ടുവച്ചാണ്. കോയിൽ 2 എന്തെങ്കിലും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഈസാനെ? കോയിൽ 2 നമ്മൾ ബാറ്ററി വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ കോയിൽ 2 മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യും. അങ്ങനെയാണല്ലോ. കാരണം പറയാം ഈസാനെ, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി എന്ന് പറയാൻ കാരണം പറയാം ഈസാനെ. സാറേ 2 കോയിലും ഒരേ ഇതിന്റെ അകത്തല്ല കണക്ട് ചെയ്തത്. അതല്ല ഞാൻ ചോദിച്ചത്. കോയിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ശരി, കോയിൽ 1 മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ട്. കോയിൽ 2 ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും.
മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യാൻ കാരണം എന്താ പറയാം? അത് വേരിയും കറണ്ട് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നൊരു ഹാൻഡ് റൈസ് ചെയ്താൽ കേട്ടോ. മാഗ്നറ്റിക് കോയിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. കാരണം പറയാം എന്ന് പറഞ്ഞ നസ്രിൻ കെ, കാരണം പറയാമോ? നസ്രിൻ കെ, അതിനാ ഫിഗറിലൊന്നുമില്ല, അത് ഫിഗറിലൊന്നുമില്ല, നമ്മുടെ അറിവിൽ നിന്നുള്ളതാ. അഫ്സർ കമാൽ, അബ്സല്യൂട്ട്ലി വളരെ വ്യത്യാസം. ഞാൻ അഫ്സർ കമാലിന്റെ 10ാം ക്ലാസ്സും അവന്റെ +1 താമസിച്ചാണ് ചേർന്നത്. അവൻ +2 ഇരിക്കുന്നു. ഭയങ്കര വ്യത്യാസമാണ് അവന്റെ ആൻസറുകൾ. മാർക്ക് കിട്ടുമോ കിട്ടായിരിക്കും, ഞാൻ ബോധർ ചെയ്യണില്ല. പഠിച്ച മാർക്ക് ചിലപ്പോൾ പഠിച്ചിരിക്കും കുറെ മാർക്ക്, അത് വേറെ. പക്ഷെ പറയണതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ബ്രില്യന്റ്. അപ്പൊ കോയിൽ, കാരണം മാഗ്നറ്റിക് ഫീൽഡിലെ ഫ്ലക്സ്, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, അവനെ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. അല്ലാതെ നിങ്ങളെക്കാൾ ഭയങ്കര മാർക്ക് ഉണ്ടായിട്ടൊന്നും ഇല്ലേ പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡിൽ വേരി ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നത് ഞാൻ 2 ദിവസമായി പറഞ്ഞു. കാരണം φ = BA cos θ. അതുകൊണ്ടാണ് ഈ ബി വേരി ചെയ്താൽ ഫ്ലക്സ് വേരി ചെയ്യും കേട്ടാ. ഈ കണക്ഷൻ അല്ലേ ആവശ്യം. അതാണ് അതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ. അതുപോലെ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റണമല്ലോ, ബോധമില്ലാതെ ഇരിക്കരുതല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ഇവിടുത്തെ അതാ ഞാൻ എടുത്തു ചോദിച്ചത്. അതിനകത്തൊന്നും ഇല്ലാട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സ് ഇത്ര ദിവസം കേട്ട അറിവാണത്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ, ഈ കോയിലിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുമ്പോൾ കോയിലിന് ചുറ്റുള്ള ഫ്ലക്സ് ആണ് വേരി ചെയ്യുന്നത്. ഫ്ലക്സ് വേരി ചെയ്താൽ എന്ത് സംഭവിക്കും ഒന്ന് പറയാം നെസ്ന? ഫ്ലക്സ് വേരി ചെയ്താൽ എന്ത് സംഭവിക്കും നെസ്ന? ഫ്ലക്സ്, ഒരു കോയിലിലെ ഫ്ലക്സ് ഓപ്പോസിറ്റ്. ശരി, ഓപ്പോസിറ്റ് എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഓൾ ഒരു കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് ഹീറ്റ് ഉണ്ടാവും. അല്ല, ഹീറ്റിലേക്ക് പോലെ ഞാൻ പറയട്ടെ അങ്ങോട്ട് പോലെ ഒന്ന് ആലോചിച്ചോ, അങ്ങോട്ട് പോലെ. ഒരു കോയിൽ 2 എന്ന് പറഞ്ഞ ഒരു കോയിൽ, ആ കോയിലിന് ചുറ്റുമുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. ആദ്യം അത് ആലോചിക്കും, റീഡിറ്റർമെന്റ് ആവല്ലേ. ഒരു കോയിലിന് ചുറ്റുമുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. വാട്ട് വിൽ ഹാപ്പൻ? മുഹമ്മദ് ഫാരിസ് എം പറഞ്ഞേ. EMF ഇൻഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് അതല്ലേ, ഫസ്റ്റ് കണക്ഷൻ അതല്ലേ, EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ കോയിൽ 2 EMF ഉണ്ടാവും. EMF ഉണ്ടായാൽ അടുത്ത സ്റ്റെപ്പോട് ഒന്ന് പറഞ്ഞേ മുഹമ്മദ് ഫാരിസെ. അടുത്ത സ്റ്റെപ്പോട് പറഞ്ഞു. EMF ഉണ്ടായാൽ, കോയിലൊരു EMF ഉണ്ടായാൽ, കോയിലൊരു EMF ഉണ്ടായാൽ കറണ്ട് ഒഴുകും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കും. അപ്പൊ എവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നേ? ഫൈസെക്, മുഹമ്മദ് ഫൈസെക്, എവിടെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രോസസ് നടന്നത്? സെക്കൻഡ് കോയിലിൽ. ആര് വഴിയാണ് ഉണ്ടായത്? ഫൈസെക്, ആരാണ് ഇത് ഉണ്ടാക്കി? കാരണക്കാരൻ ആരാണ് അതിന്റെ കാരണക്കാരൻ? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യാനും ഇൻഡക്ഷൻ ഉണ്ടാവാൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകാൻ കാരണം എന്ത് സംഭവിച്ചതാ? ഫസ്റ്റ് കോയിലിലെ മാറ്റമാണ്. ഫസ്റ്റ് കോയിലിലെ ഓൺ ഓഫ് ആക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പരസ്പരം എന്നുള്ള വാക്ക് ഏതാ ഉപയോഗിച്ചേ നസിയെ? പരസ്പരം എന്നുള്ള വാക്ക് ഏതാ ഉപയോഗിച്ചാണ്? അല്ല, പരസ്പരം എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിച്ചാണ് ഇതിനകത്ത്. ഒരു വാക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. മ്യൂച്വൽ. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കണ്ടോ, പുതിയ പേര്. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ടൈപ്പ്, പുതിയ ടൈപ്പിന് മ്യൂച്വൽ എന്ന് വിളിക്കാൻ കാരണം പരസ്പരം ഇവിടെ ഉണ്ടാവുന്നത് വഴി അപ്പർ. അതല്ലോ പരസ്പരം സഹായിക്കാന്ന് പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇയാൾ വഴി അപ്പർ ഇൻഡക്ഷൻ ഉണ്ടായി. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ 2 കോയിലുള്ള സ്ഥലത്താണ് എന്ത് വിളിക്കുന്നത് നമ്മളതിനെ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ ബോധം ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്റെ ക്ലാസ്. പഠിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയി സാധനങ്ങൾ എഴുതി പഠിക്കേണ്ടി വരും, അത് വേറെ. ഈ ക്ലാസ് ശരി. അപ്പോ അതാണ് സംഭവം, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത്
സംശയം ഇതിന്റെ ഇടക്ക് തന്നെ പറഞ്ഞു, ഇതിന്റെ ഇടക്ക് തന്നെ പറഞ്ഞു. ഇത് ഓണാക്കി വെച്ചിട്ട് കാര്യമില്ല, ഈ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ട് കാര്യമില്ല, സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് കാര്യമില്ല, വേരി ചെയ്തോണ്ടിരിക്കും. ഈ ഒരു കാര്യത്തിന് ഒരു ആൻസർ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവത്തെ മൊത്തം ഇവിടുന്ന് മാറ്റിയിട്ട് ഈ സ്വിച്ച് ഒന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവുള്ളൂ? സ്വിച്ച് ഒന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും? ആർക്കെങ്കിലും പറയാം? ഈ സ്വിച്ച് ഓൺ ഓഫ് ഒന്നും വേണ്ട, വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും? സാമൂഹ്യം എന്ന് പറഞ്ഞേ. AC കറണ്ട് കയറ്റിട്ടാ പോരെ? അവിടെ ഒരു AC കറണ്ട് കൊടുത്താൽ മതി, ഇവിടെ ഒരു AC കറണ്ട് വിട്ടാൽ മതി. അപ്പൊ ഫുൾ ടൈം എന്തായിരിക്കും AC കറണ്ട്? വേരിയിങ് കറണ്ട് ആണ്. അപ്പൊ ഫുൾ ടൈം എന്തുണ്ടാവും? അപ്പുറം മ്യൂച്വൽ ഇൻഡക്ഷൻ. വേരിയിങ് കറണ്ട്. നിങ്ങൾക്ക് വേറെ കേസ് മനസ്സിലാക്കാം, മ്യൂച്വൽ ഇൻഡക്ഷൻ. സംശയം ഇപ്പൊ തന്നെ എന്റെ കൂടെ ചോദിച്ചോളൂ കേട്ടോ. സംശയത്തിന്റെ കൂടെ ചോദിക്കാം, ഇതിന്റെ കൂടെ പറയാം, ക്ലിയർ ആക്കി പോകും, ഇതിന്റെ കൂടെ പറയാം. ശരി, ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ AC കൊടുത്താൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി രസം എന്താണെന്നറിയാം, ചോദിച്ചോട്ടോ. നമ്മുടെ ട്രാൻസ്ഫോമറിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഇന്നലെ കണ്ടില്ലേ? ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ പാർട്സുകൾ ഇന്നലെ കണ്ടേ ഒന്ന് പറയാൻ അൻമരി? നമ്മൾ ട്രാൻസ്ഫോമറിൽ ഇന്നലെ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ട്രാൻസ്ഫോമറിൽ ഒന്ന് പറഞ്ഞ അൻമരി. സാർ ഇന്നലെ ക്ലാസ്സിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നില്ലായിരുന്നു. കണ്ടോ, എന്ത് ചോദിച്ചാലും ആൻമരിയുടെ ഫൈനൽ ആൻസർ സാറേ ഞാൻ ഇന്നലെ തരുന്നില്ല. അപ്പൊ പിന്നെ സാറ് പിന്നെ ഒന്നും ചോദിക്കണ്ടല്ലോ. ആൻമരി അതൊരു ആൻസർ അല്ല, കാരണം യു ആർ സപ്പോസ് ടു വ്യൂ ദ റെക്കോർഡഡ് ക്ലാസ്, റൈറ്റ്? ആൻസർ അല്ല. ഇനി ഞാൻ കേൾക്കൂല ആൻമരി ആൻസർ, പേര് എഴുതുന്ന ലാസ്റ്റ് ആൻസർ ഉണ്ടാവും. സാറേ ഉണ്ടായിരുന്നില്ല, അത് അവസാന ആൻസർ. ഇനി എന്നോട് പറയണ്ട, കാരണം അതിനാണ് റെക്കോർഡ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ മോൾ പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അതുകൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങൾ ഈ ക്ലാസ് ഡെയിലി കേൾക്കണ്ട. നിങ്ങളുടെ മനസ്സിലുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും പോലെ അവസാനം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് കയറിയാൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. കാരണം ഇന്നത്തെ ക്ലാസ് പകുതി കേട്ട് നാളെ മനസ്സിലാവില്ല, നാളത്തെ കേൾക്ക് പകുതി കേട്ട് അടുത്ത ദിവസം മനസ്സിലാവുന്നില്ല. അങ്ങനെ പോന്നാൽ നിങ്ങൾ ട്യൂഷൻ ഫസ്റ്റ് നിർത്തുക. ഏറ്റവും നല്ല പറയാം, നിങ്ങളുടെ പൈസ എനിക്ക് ഹലാലാവില്ല ഈ പറഞ്ഞ പോലെ. ചുമ്മാ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ ക്ലാസ്സിൽ കയറാതെ? അതിനല്ലേ ഈ ആളെ ഇരുത്തി ഫീൽഡിലേക്ക് വിളിക്കുന്നത് എന്താണെന്ന് ഓർത്താ? എനിക്ക് നിങ്ങളെ പിടിച്ച് നന്നാക്കാൻ ആയിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിന്റെ റെസ്പോൺസ് പാരന്റ്സ് പൈസ തരുമ്പോൾ അവർ ഓർക്കുന്നത് വളരെ കൃത്യമാണ്. ഷജാഫിനേക്ക് ഞാൻ എത്ര തവണ ഷജാഫിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് പാരന്റിനോട്. അവസാനം പാരന്റ് സംബന്ധിച്ച ഒരു കുഴപ്പമില്ല സാറേ, അവൻ ആൻസർ പറഞ്ഞു എന്തും ചെയ്തോട്ടെ, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇരുത്തണേ. കാരണം ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ തരുന്ന പൈസക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ വാങ്ങാൻ പാടില്ല. മിണ്ടാതെ എനിക്ക് ഒരുപാട് കുട്ടികളെ കിട്ടിയാണ്. മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന എന്തെങ്കിലും കാണിച്ച് പിള്ളേർക്ക് എന്തെങ്കിലും കാണിച്ച് ഇടക്കിടക്ക് പിള്ളേർക്ക് തമാശക്ക് പറഞ്ഞാൽ അത് വേറെ പരിപാടിയാ. അത് പരിപാടി വേറെയാ, അത് വേറെ പരിപാടിയാ. കേട്ടാ ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രം മതി. അല്ലാതെ നമ്മൾക്കൊണ്ട് അത് ഗുണമില്ലേ? എനിക്ക് ഗുണമില്ല, നിങ്ങൾക്ക് ഗുണം. ഈ കണക്ഷൻ കിട്ടി ആൻസർ പറയാൻ പാകത്തിന് നിങ്ങൾ ആവുക. ഒരു സാധനം കേട്ടാൽ ആൻസർ പറയാൻ മനസ്സിലായി. മറ്റേ ചോദിക്കുമ്പോൾ അയ്യോ ഒരു ഐഡിയ ഇല്ലാന്ന് പറഞ്ഞാൽ അത് ഗുണമെന്താ? ശരി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത് മെയിൻ പാർട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കോറാണ്, ഒരു കോർ ഭാഗമാണ്. ഇങ്ങനെ ഒരു കോർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, ഇരുമ്പ്. ഞാൻ ഇന്നലെ കാണിച്ചാൽ ഇവിടെ ഒരു കോയിൽ ഇങ്ങനെ ചുറ്റും, ഇപ്പുറം ഒരു കോയിൽ ചുറ്റും. ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും ഇൻപുട്ട്, ഇപ്പുറം നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയട്ടെ, എന്തായിരിക്കും ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ? ആലോചിച്ച് നോക്കി. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും, അപ്പുറം നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കും, ഇവിടെ നമുക്ക് കിട്ടും ഔട്ട്പുട്ട്. ഇത് ആരുമായിട്ട് ന്യൂസറിനെ ഒന്ന് പറഞ്ഞു. ന്യൂസറിനെ ഇപ്പൊ നമ്മൾ കേട്ടതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? മ്യൂച്വൽ ഇൻഡക്ഷൻ പോലെ തന്നെയല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ പോലെ തന്നെയാണ്. ഒരു കോയിൽ കൊടുക്കും, മറ്റേ കോയിൽ കിട്ടും. അതിന് ഇടയ്ക്ക് ഒരു സാധനം ചുറ്റിയിട്ടുണ്ട്. മറ്റേ ഇരുമ്പ് വെച്ചില്ലേ, ആ ഇരുമ്പ് വെച്ചിട്ട് പലരും ചുറ്റിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു ഇരുമ്പ് തന്നെ വേണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പ് തന്നെ വേണം എന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പൊ ഇതാരാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആര്? ട്രാൻസ്ഫോമർ. വെരി ഇമ്പോർട്ടന്റ് ഡിവൈസ്. പറഞ്ഞോ.
ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇതിന്റെ രസം പോലെ. അതായത് ഇവര് തമ്മിൽ കണക്ഷൻ ഇല്ല. കണക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒന്നും വേണ്ട, കണക്ഷൻ ഇല്ല. അതിന് കാരണം പറഞ്ഞില്ല. ഇത് ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്. കണക്ഷൻ ഇതിനകത്ത് റോഡില്ല. അതായത് തെറ്റ് ഡൗട്ടാ, ജെന്യൂൻ ഡൗട്ടാ നീ ചോദിക്കണം. അതായത് ഞാൻ ചാടി പറയണേ, ജെന്യൂൻ ഡൗട്ടാ. ഈ കോയിൽ ഇവിടെ ചുറ്റൂലേ, ഈ കോയിൽ ഇതിനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇൻസുലേറ്റഡ് കോപ്പർ ആണ്. ഇൻസുലേറ്റഡ് കോപ്പർ ആണ്. ഇൻസുലേറ്റഡ് കോപ്പർ അല്ലാതെ വയറ് ചുറ്റിയാൽ കണക്ഷൻ ഇരുമ്പിലേക്ക് വന്ന് ഇങ്ങോട്ട് ലീക്കാവും. അത് വേറെ, അത് പറ്റൂല. നമ്മൾ കറണ്ട് കൊടുക്കുകയല്ലേ ഉള്ളൂ. ലീക്ക് ചെയ്ത് ഇങ്ങോട്ട് കറണ്ട് കൊടുക്കില്ല. ഇത് അതല്ല പരിപാടി. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് വന്ന് കട്ട് ചെയ്യാണ്. ട്രാൻസ്ഫോമർ വിശദമായിട്ട് പഠിപ്പിക്കാനുണ്ട്. ട്രാൻസ്ഫോമർ വിശദമായിട്ട് നമുക്ക് വേറെ പഠിപ്പിക്കാനുണ്ട്. അടുത്ത ഇതുണ്ട്, ഇത് നോക്കിയോ. അല്ല, ഇതാണ് ഇൻസുലേറ്റഡ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ. എന്താ ഇതിന്റെ കളർ ഉണ്ടോ? ഇതിന്റെ കളർ ഇൻസുലേഷൻ ആണ്. ഇത് ഇവനുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് ഇരുമ്പ് എന്തിനാണെന്നറിയോ? അത് കേട്ടോ നിങ്ങൾ. ഇരുമ്പ് എന്തിനാണെന്നറിയാം? മ്യൂച്വൽ ഇൻഡക്ഷനിൽ ഇരുമ്പിന് ചുറ്റിനും എന്തിനാണെന്നറിയോ? ഇരുമ്പിന്റെ പെർമിയബിലിറ്റി കൂടുതലാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദാറ്റ് കംസ് ഫോർ ദ ട്രാൻസ്ഫോമർ. ദാറ്റ് കംസ് അണ്ടർ ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അത് ഈ ചാപ്റ്ററിലല്ല തന്നെ, അടുത്ത ചാപ്റ്ററിൽ തന്നെ. ഞാൻ ഈ അടുത്ത ചാപ്റ്ററിൽ പഠിപ്പിക്കില്ല. ഓരോ ടോപ്പിക് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലല്ല പഠിപ്പിക്കണേ. അത് ഇവിടെ എഴുതുക. ട്രാൻസ്ഫോമറിൽ എന്തിന് ഇരുമ്പ് സാധനം ഉപയോഗിക്കും? അതുകൊണ്ടല്ലേ എഡി കറണ്ട് ഉണ്ടായത്. സാറെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഈ ക്യൂബിലെ കുട്ടികൾക്ക് ചെയ്യിക്കുമ്പോഴല്ലോ ഉള്ളത് ഇരുമ്പിൽ തന്നെ ചുറ്റിക്കണം. ഇരുമ്പ് ചെയ്ത് കിട്ടൂല. കാരണം പെർമിയബിലിറ്റി ഓഫ് വാക്വം കുറവാണ്. പെർമിയബിലിറ്റി ഓഫ് വാക്വം കുറവാണ്. ഇവിടെ നിങ്ങൾ ഒരു കോയിൽ വെച്ചു, ആ കോയിൽ തൊട്ടിപ്പുറം വെച്ചു, കാര്യം ഇതേ പരിപാടി ഇതിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ പോകും. പക്ഷെ വാക്കത്തിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർമിയബിലിറ്റി കുറവാണ്. അതിനേക്കാൾ കൂടുതലാണ് ഇരുമ്പായ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്. അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സാറേ അത് ചുറ്റൽ അതല്ലേ സാറേ എളുപ്പം എന്ന് പറയരുത്. അതൊരു കാഷ്വൽ വർത്തമാനാണ്. അങ്ങനെ പറയാൻ പാടില്ല. യു ഹാവ് ടു യൂസ് ദ ടെർമിനോളജീസ് ദാറ്റ് കംസ് ഇൻ യുവർ സിലബസ്. വാട്ട് ഈസ് ദ ടെർമിനോളജി? സാറി ഇറ്റ് ഇസ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അങ്ങനെ തന്നെ പറയണം. അതാണ് അതിന്റെ ക്വാളിറ്റി. സാറേ അയേൺ എന്ന് പറയുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അത് പ്രത്യേക മെറ്റീരിയലാണ്. ആ വാക്ക് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പെർമിയബിലിറ്റി കൂടുതലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിനെ ഈസി ആയിട്ട് അവൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. മാഗ്നറ്റിക് ഫീൽഡിനെ കുറച്ചുകൂടെ ഉള്ളിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് അത് തന്നെ ഉപയോഗിക്കുന്നത്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കും. പക്ഷെ പ്രശ്നമുണ്ട് ട്രാൻസ്ഫോമറിൽ. ഞാൻ പറഞ്ഞാലോ നിങ്ങളോട്, ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എഡി കറണ്ട് ഉണ്ടാകും. ആ എഡി കറണ്ട് പ്രശ്നമാകും. അപ്പൊ അതിന് അടുത്ത പരിപാടി നിങ്ങൾക്ക് അറിയുമല്ലോ തന്നെ. അപ്പൊ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഇനി രസം എന്നറിയോ? അതുകൊണ്ട് ട്രാൻസ്ഫോമർ AC-യിലായിരിക്കോ DC-യിലായിരിക്കോ വർക്ക് ചെയ്യണേ? ആരാ പറഞ്ഞേ? ട്രാൻസ്ഫോമർ AC-യിലായിരിക്കോ DC-യിലായിരിക്കോ വർക്ക് ചെയ്യുന്നത്? റഫിയ AC-യിലല്ലേ? നമ്മള് കാരണം അത് കറണ്ട് വേരി ചെയ്ത് പോകണ്ടേ? AC എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റ്. അതാണ് എന്ത് ആൻസർ പറയാൻ വൈ ഉണ്ടാവും അതിന്റെ പുറകെ. +2-ലും സയൻസ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ വൈ അതിന്റെ പുറകെ ഉണ്ടാവും. അല്ല നിങ്ങൾ ആൻസർ പറയുന്നത്. എന്തെങ്കിലും തെറ്റാണെങ്കിൽ വൈ ഉണ്ടാവും അതിന്റെ പുറകെ. അപ്പൊ AC-യിലല്ലേ സാറേ ഇത് വേരി ചെയ്യുള്ളൂ. DC കൊടുക്കുന്ന കുഴപ്പമില്ല. ആരെ ഓൺ ഓഫ് ആക്കിക്കൊണ്ടിരിക്കണേ? അതിന് ഓൺ ഓഫ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ സ്ഥിരമായി നടക്കണമെങ്കിൽ നമ്മൾ AC കൊടുക്കണം. DC കൊടുത്താൽ ഓൺ ഓഫിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ട്രാൻസ്ഫോമർ എവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? AC. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രാൻസ്ഫോമർ എവിടെയാണ് പഠിപ്പിക്കുന്നത്? അടുത്ത ചാപ്റ്ററിലെ പഠിപ്പിക്കുള്ളൂ. AC എന്ന ചാപ്റ്റർ. ഇവിടെ വന്നപ്പോ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞതാ. ഓക്കെ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഫിഗർ ചിലപ്പോൾ ഇങ്ങനെ വരും. ഒരു കോയില് അത് AC-ക്ക് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ വേറെ കോയില് ഇങ്ങനെ. അത് വളരെ അടുത്തായിരിക്കുന്നത് തൊട്ട് ചേർന്ന്
എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. മറ്റത് പഴയ സിമ്പിൾ ഫിഗർ ആണ്, ഞാൻ ആദ്യം വരച്ച് കാണിച്ചത്. എങ്ങനെ വരച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. 2 കോയിൽ, ഒരു കോയിലിൽ നമ്മൾ കൊടുക്കും, ഒരു കോയിലിൽ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, ഇനി കേട്ടോ, ഞാൻ പറയാൻ പോകുന്നത് 1-2 ലെറ്ററുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് കോയിൽ 1, ഓക്കെ, ഇത് കോയിൽ 2, ഓക്കെ. ഇന്നൊരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെയാണ് ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിക്കാനാട്ടോ. ഈ ഫിഗറും നിങ്ങളുടെ ഉള്ളിൽ വേണം, നിങ്ങളുടെ മനസ്സിൽ വേണം. മറ്റേ ഫിഗറാണ് സിമ്പിൾ, ഇതും മനസ്സിൽ വേണം. വരയ്ക്കണം. കോയിൽ 1 ഉള്ളില്, കോയിൽ 2 പുറത്ത്. ആ റെഡ് കോയിൽ 2, ഉള്ളിൽ കോയിൽ 1. N1 എന്ന് പറഞ്ഞാൽ സാധാരണ ആരാ N1 എന്ന് പറഞ്ഞാൽ ഫിസിക്സില് ആരാ പറയുന്നത്? നിങ്ങൾക്ക് ബോധം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആരാ പറയുന്നത്? ബോധം പരീക്ഷയ്ക്ക് മാർക്കില്ല. പക്ഷെ കൈ നോക്കിയോ, തെറ്റിയാലും പ്രശ്നമില്ല. ആരാ നമ്മൾ ഈ സ്മോൾ N1 നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ആരാ നമ്മളെ? സാർ എന്നോട് സാർ നമ്പർ ഓഫ് ടേൺസിന്റെ നമ്പർ ഓഫ് ടേൺസ് ഫസ്റ്റ് കോയില് നമ്പർ ഓഫ് ടേൺസ് തീർന്നില്ല. നമ്പർ ഓഫ് n ടേൺസ് എന്നാണോ? നമ്പർ ഓഫ് ടേൺസ് per unit length. അതാണ് പോയിന്റ്, റൈറ്റ്? അതാണ് പോയിന്റ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, റൈറ്റ്? ശരി. The number of turns per unit length of ഇത് 1, coil 1, മോള് പറഞ്ഞ coil 1, the coil 2, L length, ലെങ്ത് ഉദ്ദേശിക്കുന്നത് 2 പേർക്ക് ഒരേ ലെങ്താ, ലെങ്ത് ഓഫ് കോയിൽ. ഇത് ഡെറിവേഷനാണ്. ഞാൻ ഡെറിവേഷൻ ചെയ്യിക്കുന്നില്ല, ഞാൻ അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ് ഞാൻ ഇക്വേഷൻ പറയും. ലെങ്ത് ഓഫ് കോയിൽ, 2 കോയിൽ ഒരേ നീളം. നോട്ട് ചെയ്യണം കേട്ടോ, വിട്ടുവരുത്. ഡൗട്ടിന്റെ അപ്പ പറഞ്ഞു. R1 R2 ആരായിരിക്കും? R1 R2 ഉദസരൻ അല്ല, മറ്റേ ഉദസരല്ല, നിഹാലെ ആരായിരിക്കും? R1 ഊഹിച്ച് R1 ആരായിരിക്കും? നിഹാലെ. സ്മോളർ ആർ ആരായിരിക്കും? അല്ല, റേഡിയസ്. കറന്റ് നമ്മൾ ഐ നോക്കും. റേഡിയസ് ഓഫ് കറന്റ് ഒരിക്കലും ആറൊന്നും വിളിക്കില്ല, ഐന്നല്ലേ വിളിക്കുള്ളൂ ഫിസിക്സിൽ. റേഡിയസ് ഓഫ് കോയിൽ 1 റേഡിയസ്, മറ്റേ റേഡിയസ് ഓഫ് കോയിൽ 2. അപ്പൊ ചെറുതിന്റെ റേഡിയസ് R1, വലുതിന്റെ റേഡിയസ് R2, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടുന്ന് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഒരു കോയിലിൽ നിന്ന് മറ്റേ കോയിലിലേക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കും. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കും. നമ്മൾ ശരിക്കും കേട്ടോളൂ. ഞാൻ ഇനി പോയിന്റ് പറയാൻ പോകും. ഒരു കോയിലിൽ നിന്ന് മറ്റേ കോയിലിലേക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കും. അപ്പൊ ചിലപ്പോൾ സംഭവിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എങ്ങോട്ട് സംഭവിക്കും? കോയിൽ 1 സംഭവിക്കും, ഡ്യൂ ടു കോയിൽ 2. ഞാൻ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിക്കോളാം. കോയിൽ 1 മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കും. ആര് വഴി? കോയിൽ 2 വഴി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറയാം, അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും കറണ്ട് കൊടുക്കണേ? ഏതിനായിരിക്കും കറണ്ട് കൊടുക്കണേ? നീ ഒന്നും വായിച്ചേ. 2 കറണ്ട് കൊടുക്കും. അണ്ട് എവിടെ കറണ്ട് ഉണ്ടാവും? എവിടെ ഇൻഡക്ഷൻ സംഭവിക്കും? 1 കറണ്ട് ഉണ്ടാവും. അപ്പൊ 2 നമ്മൾ ഒഴുക്കും, 1 കറണ്ട് ഉണ്ടാവും. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് കോയിൽ 1 ഡ്യൂ ടു കോയിൽ. തിരിച്ചും വരാം, മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് കോയിൽ ഓർ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പം, ഞാൻ എന്റെ വാക്കാ പറഞ്ഞത്. കോയിൽ 2 ഡ്യൂ ടു കോയിൽ 1. കോയിൽ 1 വഴി
കോയിൽ 2 മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും. ഞാൻ പറയണൊക്കെ മനസ്സിലാക്കിയത് പുസ്തകത്തിൽ ഉണ്ടാവില്ല. സുഫിനെ, ഇത് എഴുതാൻ തലവറിഞ്ഞുകൊണ്ടിരുന്ന പറ്റില്ല. ഇത് സംഭവം ഡീറ്റെയിൽഡ് ആയിട്ട് ഒപ്പം ഇതിൽ നിനക്ക് പിന്നെ നോക്കിയ കുട്ടികളെ പുസ്തകത്തിലും കിട്ടൂല. പറഞ്ഞ സാലിമേ, ഇതെങ്ങനെയായിരിക്കും? ഇത് എവിടെയാണോ ഉണ്ടാവുന്നത്, ആര് വഴി, എവിടെ കറണ്ട് ഒഴുകണേ, എവിടെ കറണ്ട് ഉണ്ടാവണം. ഉണ്ടാവും, അതാണ് സംഭവം. അപ്പൊ രണ്ടും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാലോ. നമ്മളെവിടെ ഒഴുക്കണോ അപ്പുറം ഉണ്ടാവും, ഇപ്പുറം ഒഴിക്കാൻ ഇപ്പുറം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് സാധനം. അതെപ്പോഴും അങ്ങനെ തന്നെ. ഇതിന്റെയൊക്കെ നമ്മൾ പറയുന്നത്, ഇതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്ര മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിച്ചു. കേട്ടോണ്ടോ? എത്ര മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിച്ചു എന്നുള്ളതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്ററാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ എത്ര മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റൻസ് എന്താ? റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്ര തടഞ്ഞു. റെസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റ് എന്ന് വെച്ചാൽ തടയുക. റെസിസ്റ്റൻസ് എത്ര തടയാനുള്ള അവന്റെ കഴിവ്. കണ്ടോ? കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്യാനുള്ള അവന്റെ കഴിവ്. അപ്പൊ NCE എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് NCE, കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് എന്ന് വെച്ചാൽ എത്ര കഴിവുണ്ട് എന്തിനു വേണ്ടി. ഒരു കോയിലിൽ നിന്നും മറ്റേ കോയിലിലേക്ക് ഈ കറണ്ട് ഉണ്ടാക്കുന്ന ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കാനുള്ള അവന്റെ കഴിവിനെ റെപ്രസെന്റ് ചെയ്യണാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. മനസ്സിലാക്കണം, കൃത്യമായി മനസ്സിലാക്കണം. മുഹമ്മദ് പാരിസമ്മ എഴുതണം കേട്ടോ. നീ അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കണേ. ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കണേ. അത് യാതൊരു സംശയമില്ല. കൃത്യമാണ് ആൻസർ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയൊക്കെ വെട്ടിക്കുന്ന നിന്റെ ശ്രദ്ധ മാറുന്നില്ല. പക്ഷെ എഴുതണം നീ കുറയരുത്. കാരണം പിന്നെ എടുത്ത് നോക്കുമ്പോൾ നീ എന്നിട്ട് അവസാനം ആരെങ്കിലും ഇറക്കണം പ്രിന്റ് നോട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നത്. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ ബുക്കിൽ കുറിച്ച് ഓരോ ഹെഡിങ് ഇട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാൻ തോന്നില്ല. ഓരോ ഹെഡിങ് ഇട്ട് ഒറ്റ ബുക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ളത് ചിലപ്പോൾ 3-4 ബുക്ക് തിരിച്ചിട്ടുണ്ടാവും. എല്ലാ തിങ്കളാഴ്ച ഒരു ബുക്ക്, എല്ലാ ചൊവ്വാഴ്ച വേറെ ബുക്ക്. അങ്ങനെയായിരിക്കും. അങ്ങനെ ഉണ്ടാവരുത്. ഒറ്റ ബുക്കിൽ നല്ല ഹെഡിങ്ങുകൾ കൊടുത്ത്. ഞാൻ കഴിച്ചു കണ്ടു ഒരാളെ ബുക്ക് അവിടെ. ഇന്ന് ഞാൻ കുറെ പേര് വരുമല്ലോ, കുറെ പേര് ഇവിടെ ഞായറാഴ്ച റെമഡി എന്ന് വരില്ല. അപ്പൊ ബുക്ക് നോക്കാലോ, ബുക്ക് കൊണ്ടുവരണല്ലോ, എല്ലാം വരാൻ പറ്റില്ലല്ലോ. അപ്പൊ കാണാൻ ചിലർ ബുക്ക് ഞാൻ കണ്ടു. അതാണ് ഞാനീ പറയണേ. ശരി, അപ്പൊ കേട്ടോ, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്? എത്ര ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കാനുള്ള കഴിവുണ്ട്, അതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് ലെറ്റർ M ആണ്, ക്യാപിറ്റൽ M. കപ്പാസിറ്റൻസിന്റെ ലെറ്റർ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സ്വാലിയ. കപ്പാസിറ്റൻസ് നമ്മൾ ഏതാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ക്യാപിറ്റൽ C ആണ്. ക്യാപിറ്റൽ C ആണ്. റെസിസ്റ്റൻസിന് ക്യാപിറ്റൽ R. അങ്ങനെയാണ്. കപ്പാസിറ്റൻസ് C. ഇപ്പൊ ക്യാപിറ്റൽ M. മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്യാപിറ്റൽ M. ക്യാപിറ്റൽ എമ്മിന്റെ ഒരു ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഞാൻ അത് പറയുന്നില്ല. ഫോർമുല ഇതാണ്: μ0 n1 n2 pi r1² L. ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നില്ല. സിമ്പിൾ ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് ടോപ്പിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെറിവേഷൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഫോർമുല നിങ്ങൾക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിനും ശ്രദ്ധിച്ചോളാം. μ0 അതിനാണ് ലെറ്റർ ഞാൻ പറഞ്ഞത് n1 n2 pi r1² L. ഇനി ലെറ്ററുകൾ ആരൊക്കെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആവണി എനിക്കൊരു സ്ഥലം കേട്ടോ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇനി നിങ്ങൾ കേട്ട് കൃത്യമായി എഴുതുന്നുണ്ട്. ബീവി ഇന്ന് പറയണ്ട. ഇല്ല, ശരി. എന്ത് സൗണ്ട് കേട്ടു? ആവണിയെ ഞാൻ ചോദിക്കട്ടെ. ആവണി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 കോയിലുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ കൂട്ടണം. വളരെ ശ്രദ്ധിക്കണം. എന്റെ കയ്യിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു കോയിലുണ്ട്, അപ്പുറം ഒരു കോയിലുണ്ട്, കോയിലിൽ ചുറ്റുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാ സ്ഥലവും. എനിക്ക് ഇവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ചാടുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് പറഞ്ഞത്. അതെനിക്ക് കൂട്ടണമാവണ്ടേ? അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്യണം? ടെൽ മീ വാട്ട് ഓൾ ഫാക്ടേഴ്സ് വി റിക്വയർ. ആ 2 കോയിലിന്റെയും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കൂട്ടണം. അബ്സല്യൂട്ട്ലി. സി, n1 n2 കൂട്ടണം. അതായത് നിങ്ങൾ ചുറ്റുകൾ കൂട്ടണം. കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ചുറ്റിയാക്കണം. ഇത്ര അടുത്ത ചുറ്റിയാക്കണം. കണ്ടോ, ഉള്ളിലേക്ക് ഫുള്ള് ചുറ്റുകൾ. അയച്ചാൽ നമുക്ക് അത്രയധികം കോപ്പർ വയർ കിട്ടും ഉള്ളിൽ. അപ്പൊ
N1 N2 ചുറ്റലുകൾ കൂട്ടണം. അപ്പൊ നല്ല ട്രാൻസ്ഫോമർ, നല്ല ചുറ്റലുകൾ ഉണ്ടാവും. ലോറി കെട്ടിക്കൊണ്ടുള്ള ട്രാൻസ്ഫോമർ ഉണ്ടല്ലേ, അങ്ങനെയാണ് വലിയ ട്രാൻസ്ഫോമർ. സുഫിനെ ചായ കുടിക്കുന്ന നീ ഇന്നലെ രാത്രി 1 മണിക്കാണ് കിടന്നേ. നീ എത്ര മണിക്കാണ് രാത്രി കിടന്നുറങ്ങിയേ എന്ന് പറഞ്ഞേ? എത്ര മണിക്ക് ഉറങ്ങിയ നീ? അയ്യോ, ഞാൻ പറഞ്ഞില്ല എത്ര മണിക്കാന്ന് പറയാം. സമയം ഞാൻ പറയാം, നീ പറഞ്ഞ സമയം കേൾക്കട്ടെ. നീ ഇന്നൊരു 12 മണിക്ക് എണിച്ചാൽ ക്ഷീണം മാറുള്ളൂ. 12 മണിക്ക് നിന്ന് കഴിക്കണം. ഈ 6 മണിക്ക് 7 മണിക്ക് കഴിച്ചിരുന്നു അല്ലേ? ഇന്ന് ഇത്രയോടെ സമയം കിട്ടി ഉറങ്ങാൻ. ശരി കേട്ടോ, 12 മണിയൊന്നും ആവരുത്. 12 മണിക്ക് ആവും, അത് വേറെ കേസ്. നിങ്ങൾ പല പല ഫ്രണ്ട്സ് സർക്കിളും അങ്ങനെയൊക്കെ നിൽക്കണം. ശരി, ഇത് ബുദ്ധിമുട്ടാ, അത് പറഞ്ഞല്ലേ. പോട്ടെ. അപ്പോ എന്താണ് N1 N2 ചുറ്റുകൾ ഒരുപാട് കൂട്ടണം. പിന്നെ എന്താ ചെയ്യണ്ടേ? പറഞ്ഞ അടുത്ത അഭിനസാദത്ത് ഇനി എന്താ ചെയ്യണ്ടേ? ചെൽമി. റേഡിയസ് ഓഫ് കോയിൽ 1. കോയിൽ 1ന്റെ കണ്ടോ റോള് കണ്ടോ? കോയിൽ 1ന് പ്രാധാന്യം കൊടുത്തു. അതിന് ഉള്ളിൽ നിങ്ങൾ വെക്കുന്നു പറഞ്ഞില്ലേ? ഉള്ളിലേക്ക് ആണെങ്കിൽ കേട്ടോ, രണ്ടും ഒരേ ടൈപ്പ് ആണെങ്കിൽ അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ഒറ്റ റേഡിയസ് ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരാളുടെ റേഡിയസ് എടുക്കണമെന്നാ. ട്രാൻസ്ഫോമർ രണ്ടും ഒരേ ടൈപ്പ് ഏകദേശം കണ്ടില്ലേ? അപ്പുറം ഇപ്പുറം ഏകദേശം ഒരേ റേഡിയസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരാളുടെ എടുത്താൽ മതി. ഉള്ളിലും പുറത്തും ചുറ്റുമ്പോഴാണ് ഉള്ളിൽ എടുക്കുന്നത്. L2ന്റെ നീളം അടുത്തടുത്ത ചുറ്റി 2 ഒരേ ടൈപ്പ് നീളമായിരിക്കും. നീളം എടുത്താൽ πr1 π അറിയാം. പിന്നെ ഒരാളുണ്ടല്ലോ, ഒന്ന് പറയാമോ? മറ്റേ സലാഹുദ്ദീനെ, വേറൊരാളുണ്ടല്ലോ, ഇമ്പോർട്ടന്റ് റോഡ് കളിക്കുന്ന ഒരാൾ. ലെങ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലെങ്ത് മ്യൂനോട്ട് ശരിക്കും പെർമിബിലിറ്റി ഓഫ് വാക്വം. വാക്വം എന്താണെന്നറിയോ? ഈ ഫിഗർ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തത്. ഈ ഫിഗറിൽ എന്താ ഉള്ളത് സലാഹുദ്ദീൻ? ഈ ഫിഗറിൽ ആരാ ഉള്ളത്? ഇതിന്റെ ഉള്ളിൽ അതിന്റെ അകത്ത് എയർ ഉള്ളൂ, വാക്വത്തിന്റെ ഉള്ളില്. Because we have derived by using this figure, right? അതാണ് വാക്വം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസ് കൂട്ടണമെങ്കിൽ അഹമ്മദ് ഇർഫാൻ ഇതൊന്നും എഴുതണല്ലോ. നീ സങ്കടം കൊണ്ട് തടക്ക് കൈ കൊടുത്തിരിക്കാവുള്ളൂ. അയ്യോ, പോലെ ശരി. ആ എഴുത്ത് പോരാ, നീ ഇത് കണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് എഴുതണം. റുബിയെ ഒന്ന് പറഞ്ഞ റുബിയെ. അപ്പൊ നമുക്കിത് എങ്ങനെ കൂട്ടാൻ റുബിയെ? എങ്ങനെ കൂട്ടാം? മ്യൂസിറോ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ മ്യൂസിറോ ഇൻക്രീസ്? അറിയാവുന്ന ഹാൻഡ് റൈസ് കിട്ടും. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ റെസ്പോൺസ് അറിയാം. എനിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഗുണം ചെയ്യണം അറിയാൻ. പറഞ്ഞാൽ ഉപയോഗിക്കണം. കൂടുതൽ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം. ലൈക്ക് സോഫ്റ്റ് ആയി കേട്ടോ, കൂടുതൽ പെർമിയബിലിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കണം. ലൈക്ക് സോഫ്റ്റ് ആയി. അതുകൊണ്ടാണ് അയൺ ഉപയോഗിക്കുന്നത്. കൂടുതൽ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ചുറ്റാൻ കുറവായിരിക്കും. ശരി, ഇതനുസരിച്ച് എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഫോമുല വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാൻ പോകുമ്പോൾ മോർ ദാൻ യുവർ ബോർഡ് എക്സാം യു ഷുഡ് ഹാവ് ദിസ് കോൺസെപ്റ്റ്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഡെറിവേഷൻ പിന്നെ ബോർഡ് എക്സാമിനല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഡെറിവേഷനിലേക്ക് നടന്നില്ല. ഇനി ഞാൻ വേറെ ഇമ്പോർട്ടൻസ് ആണ് ഇതുപോലെ തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത് എത്രാമത്തെ ടൈപ്പ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ആദ്യം മുഹമ്മദ്, ഇത് എത്രാമത്തെ ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാ? 3. ഇനി 4ാമത്തെ ഞാൻ പഠിപ്പിക്കാം. അതാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ഫോമുല ഉണ്ട്. +2 ഫോമുല വന്നു. ഇതൊക്കെ 10ാം ക്ലാസ് പഠിച്ചാലേ അതിന്റെ ഫോമുല വന്നു. ഇനി ഞാൻ പഠിപ്പിക്കാൻ വേറെ സാധനം, സെൽഫ് ഇൻഡക്ഷൻ. ഇനി ഒരു കേസ് അതിന് മുമ്പ് ഞാൻ കേട്ടോ ഒരു വാക്കുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ഇൻഡക്ഷൻ എന്താണെന്നറിയാം, ഇൻഡക്ടൻസ് എന്താണെന്നറിയാം കേട്ടോ. ഇൻഡക്ഷൻ എന്താന്ന് പറയാം. അത് വേണ്ട, അത് കുറച്ച് മുമ്പ് ഞാൻ പറയാം. അടുത്ത പറയാം സെൽഫ് ഇൻഡക്ഷൻ. എന്താ ഈ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാവണേ? നസിയെ വേണ്ട, അവിടെ നിൽക്കട്ടെ, നമുക്ക് ചോദിക്കാം. അമീന സിദ്ദി ഉണ്ടോ? ആളുണ്ടോ? റെഡിയാണോ പറയാൻ?
അതൊന്ന് പറഞ്ഞു വെച്ചു വെറുതെ. ഈ ഹെഡിങ് നോക്കിയിട്ട് മോക്ക് എന്ത് പറയാൻ പറ്റും? മറ്റേത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരുന്നു, ഇത് സെൽഫ് ഇൻഡക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും വ്യത്യാസം? ആ, അത് തന്നെയാണ് അതിന്റെ ഐഡിയ. സെൽഫ് ഇൻഡക്ഷൻ ഒറ്റ കോയിലാണ്, ഒറ്റ കോയിൽ. ഒന്നാമത്തെ ഐഡിയ അതാണ്, ഒറ്റ കോയിലിലെ ഇൻഡക്ഷൻ ആണ്. ഈ ഒറ്റ കോയിൽ എങ്ങനെയായിരിക്കും ഇൻഡക്ഷൻ നടക്കണേ? ആരെങ്കിലും അഭിപ്രായം പറഞ്ഞേ? അഭിപ്രായം എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് അതിന്റെ മുകളിൽ പണിയെ. ഒറ്റ കോയിൽ എങ്ങനെ ഇൻഡക്ഷൻ നടത്താം? ഒറ്റ കോയിൽ എങ്ങനെ ഇൻഡക്ഷൻ നടത്താം എന്ന് പറയാം. അഫിയെ, എങ്ങനെ ഒറ്റ കോയിൽ ഇൻഡക്ഷൻ നടത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ അതിന് ചുറ്റും ഒരു വേരിയും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തെടുത്താൽ പോരെ? മതി മതി. അതിന്റെ ഒരു മെത്തേഡ് പറഞ്ഞ മോളെ. AC കറന്റ് കൊടുക്കാം. DC കറന്റ് കൊടുത്ത് ഓൺ ഓഫ് ചെയ്ത്. അല്ലാതെ മെത്തേഡ് ആർക്കും പറയാം? അല്ലാതെ മെത്തേഡ് ആർക്കും പറയാം? അല്ലാതെ മെത്തേഡ് ആർക്കും പറയാം? ഒരു കോയിൽ ഇൻഡക്ഷൻ നടത്താൻ മെത്തേഡ് പറയാം? ധൈര്യമുള്ള ആരെങ്കിലും കൊണ്ട് നോക്കട്ടെ. ഇത്രയും പഠിപ്പിച്ചു. നമ്മൾ ഏറ്റവും ആദ്യം സോളിനോയിഡിന്റെ അടുത്ത് ഒരു സ്ട്രോങ് മാഗ്നറ്റ് കൊണ്ടുവന്ന പോലെ അങ്ങനെ കൊണ്ടുവന്നാൽ മതിയില്ലേ? മതി. അബ്സല്യൂട്ട്ലി. അതാ ഞാൻ പറഞ്ഞത്. ടോപ്പിക് അറിയാവുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു മെത്തേഡാണ്. ഓഫ് കോഴ്സ്, അബ്സല്യൂട്ട്ലി ഇറ്റ്സ് കറക്റ്റ് മെത്തേഡ്. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കണേ. ഒരു കോയിലിലെ ഇൻഡക്ഷൻ നടത്തണമെന്ന് കേൾക്കുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? യഥാർത്ഥം ഞാൻ പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ ആദ്യം ചിന്തിക്കണം. കുറച്ചുകൂടി കൂടിയ ചിന്തയാണ് അഫിയുടെയൊക്കെ. 10ാം ക്ലാസ്സിൽ പഠിച്ച ഐഡിയ കേട്ട ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. നോർമലി ഒരു ബിൽഡപ്പിൽ നമ്മൾ എന്ത് പറയും? ഒരു കോയിൽ ഇൻഡക്ഷൻ നടത്താൻ വെരി മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ മതി. ഇതിൽ ഏറ്റവും നല്ലൊരു മാഗ്നറ്റ് തള്ളിക്കൊണ്ടിരാണ്. അബ്സല്യൂട്ട്ലി. അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതിൽ തന്നെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് സ്പെഷ്യൽ ടൈപ്പാണ്. അതുകൊണ്ട് ആ മെത്തേഡ് നമ്മൾ എടുക്കുന്നില്ല. ഒരു സ്പെഷ്യൽ ടൈപ്പ്. അവിടെയാണ് എന്ത് അഫി പറഞ്ഞ പ്രത്യേകത വരുന്നത്. അവിടെ നമ്മൾ കൊണ്ടുപോയി എന്ത് കൊടുക്കണം? ഒരു AC കറണ്ട് ഇവിടെ കൊടുക്കണം. ഒരു AC. ഈ AC കൊടുക്കുമ്പോൾ ഇതിൽ കൂടെ എന്ത് കൊടുക്കും? കറണ്ട് കൊടുക്കും. കറണ്ട് കൊടുക്കുമ്പോൾ വേരിയും കറണ്ട് ആയിരിക്കും. അപ്പൊ വേരിയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കും. അത് രസം എന്താണെന്നറിയാം? സെയിം കോയിലിൽ അത് കട്ട് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഒരു കോയിലിൽ കൂടെ കറണ്ട് കൊടുക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത കറണ്ട് ഒരു കോയിലിൽ കൂടെ കൊടുക്കുന്നു. ആ കോയിൽ തന്നെ അപ്പൊ കൊടുത്തത് AC ആയതുകൊണ്ട് നിങ്ങൾ ശരിക്കും എഴുതണം. നിങ്ങൾക്ക് മനസ്സിലായി എഴുതി നിങ്ങൾ പോകണം. പിന്നെ നോക്കുമ്പോൾ സംശയം ഉണ്ടാവരുത്. എന്നിട്ട് അതിനെ നിങ്ങൾ സെന്റൻസ് ആക്കി വെക്കും. അത് പഠിച്ച് അത് പരീക്ഷയ്ക്ക് എഴുതുക. വളരെ എളുപ്പമാവും. എളുപ്പത്തിൽ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവും. ശരി, അപ്പൊ എന്താണ്? സെയിം കോയിലില് നമ്മളൊരു AC കൊടുത്താൽ ആ കോയിലിൽ കൂടെ തന്നെ കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് വേരി ചെയ്യുമ്പോൾ ആ കോയിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാ ചേഞ്ച് ചെയ്യണേ? അതേ കോയിലിൽ, സെയിം കോയിലാണ് ചേഞ്ച് ചെയ്യണേ. അപ്പൊ സെയിം കോയിലിൽ എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. എല്ലാം അങ്ങനെ തന്നെ. എല്ലാം സ്വന്തം ശരീരത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. കറണ്ട് ഒഴുകുന്നത് സ്വന്തം ശരീരത്തില്, മാഗ്നറ്റിക് ഫ്ലക്സ് കറണ്ട് വേരി ചെയ്യുന്നത് സ്വന്തം ശരീരത്തില്. അതേ കോയിലിന്റെ ബോഡി തന്നെ, അതേ കോയിലിന്റെ ബോഡി തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതേ കോയിലിന്റെ ബോഡി തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ട് അതേ കോയിലിൽ തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും. അവിടെ തന്നെ കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ തന്നെ എഴുതണം. പെട്ടപ്പെട്ടാന്ന് എഴുതണം. പെട്ടപ്പെട്ടാന്ന് എഴുതി പിടിപ്പിച്ചു വെക്കണം. എഴുത്ത് കുറയ്ക്കരുത്. നമുക്ക് മനസ്സിലാവുന്ന പോലത്തെ എഴുതണം. ഇംഗ്ലീഷ് മലയാളം ഉപയോഗിച്ച് എഴുതണം. ടെർമിനോളജിക്ക് ഇംഗ്ലീഷ് കൊണ്ടുവരണം. ഗ്രാമർ നോക്കണം. നമ്മൾ തന്നെ എഴുതണം. സെയിം കോയിൽ വീണ്ടും എഴുതി മനസ്സിലാവും. പിന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ കേട്ടോളൂ. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ, റൈറ്റ്? അതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ റഫിയ, ഞാൻ ഒരു കാര്യം ചോദിക്കും റഫിയ. നമ്മൾ എന്താ പറ്റും? ലെൻസസ് ലോ പറഞ്ഞില്ലേ മോളെ? അതായത് ലെൻസസ് ലോ പറഞ്ഞത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇവൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് റാഫിയ നമ്മൾ പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ്?
ആ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം ഒപ്പോസ് ചെയ്യാൻ വേണ്ടി. ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. ബ്രില്യന്റ് ആൻസർ, കൃത്യ ആൻസർ ആണ്. എന്തെന്ന് പറഞ്ഞത് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഒപ്പോസ് ചെയ്യുന്ന ഇവൻ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയാണെന്ന് അറിയോ? ഇവന് ഒപ്പോസ് ചെയ്യുന്ന കറണ്ട് ഇയാൾക്ക് ഇവൻ ഇങ്ങനെയാണ് തിരിച്ചാണ് ഒഴുക്കുന്നത്. ഇതിന് ഒപ്പോസ് ചെയ്യുന്ന കറണ്ടാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ടാ ഒപ്പോസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ ഇതാണ് ഉണ്ടാകാൻ പോകുന്ന കറണ്ട്. ഒഴുകുന്ന കറണ്ട് ഇത്. ഇതിന് ഒപ്പോസ് ചെയ്യും അടുത്ത കറണ്ട്. ആ കറണ്ട് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ കറണ്ടിനെ നമ്മൾ പേരിട്ട് വിളിക്കും. ഈ ഉണ്ടാവുന്ന കറണ്ട് അല്ലെങ്കിൽ ഈ ഉണ്ടാവുന്ന EMF ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാവുന്ന EMFനെ വിളിച്ചാൽ കറണ്ടിനെ വിളിക്കാം, EMFനെ വിളിക്കാം ബാക്ക് EMF. ഉണ്ടാവുന്ന കറണ്ടിനെ ബാക്ക് കറണ്ട് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി അതിന്റെ ടേം ഉപയോഗിക്കണില്ല, വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ബാക്ക് കറണ്ട്. ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തിരിഞ്ഞു നിൽക്കുന്ന, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ ഉണ്ടാവുന്ന EMF എങ്ങനെയാണ്? ഓപ്പോസിറ്റ് EMF ആണ്. അതുകൊണ്ട് ഇതിനെ ബാക്ക് EMF വിളിക്കും. ഓക്കെ, അനുസരിച്ചു. പറഞ്ഞോ. ബ്രില്യന്റ് ക്വസ്റ്റ്യൻ. അത് എപ്പോഴും ചോദിക്കണേ, എപ്പോഴും പിള്ളേരെ മനസ്സിലായി കഴിയുമ്പോൾ ലാസ്റ്റ് ചോദിക്കാൻ ചോദിക്കാമോ? അല്ല സാറേ, അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ കോയില് സാറ് പറഞ്ഞല്ലോ, കറണ്ട് കടത്തുന്ന കോയിൽ ഇവിടെയൊക്കെ പറഞ്ഞത് ഇതിനകത്തൊക്കെ ഈ കോയിൽ വഴിയാണോ, ഈ കോയിൽ വഴിയാണല്ലോ ഇപ്പഴും ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനകത്ത് സെൽഫ് ഇൻഡക്ഷൻ നടക്കുമോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്. അതിനകത്ത് തന്നെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്. ഈ കോയിലിൽ ഇപ്പൊ ആദ്യത്തെ കോയിലിൽ കൂടെ നമ്മൾ എവിടെ ഏത് കോയിലിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാലും അത് വേരിയിങ് കറണ്ട് ആണെങ്കിലും വളരെ മനസ്സിലാക്കണം നിങ്ങൾ. കാരണം ഇത് പഠിപ്പിക്കാതെ എനിക്ക് ശരിക്കും അടുത്ത സ്റ്റാഫ് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് ഡിലീറ്റഡ് പോർഷൻ എന്ത് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. മാക്സിമം ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഡെറിവേഷൻ ഒക്കെ മാറ്റി വെക്കാറുള്ളൂ. അപ്പൊ എന്താണ് സെൽഫ് ഇൻഡക്ഷനിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എവിടെ ഏത് കോയിലിൽ കൂടെ, അത് രസം എന്താണെന്ന് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് അറിയോ? ഈ കോയിലാക്കാതെ ഈ വയറ് തന്നെ നേരെ പിടിച്ചു നോക്കിയ ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ പിടിച്ചു കൊടുത്തു നോക്കിയേ, ഒരു പ്രശ്നമില്ല. ഈ വയറിനെ തന്നെ നിങ്ങൾ ചുറ്റുമ്പോഴാ പ്രശ്നം. ആ വയറിന് ചുറ്റുമ്പോഴാ പ്രശ്നം. വയറ് നേരെ പിടിച്ച് അതിൽ കൂടെ കണ്ട് ആ വയറിന് അപ്പത്തിന് ചുറ്റും നോക്കി അപ്പത്തിന് പ്രശ്നം ഉണ്ടാവും. എന്തുണ്ടാവും? സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ നമുക്കൊരു പ്രശ്നമാണ്. കാരണം സെൽഫ് ഇൻഡക്ഷൻ ഇവനെ തടയുകയാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. മറ്റേ പോലെയല്ല, സെൽഫ് ഇൻഡക്ഷൻ തടയുകയാണ്. ആരെ? ഒഴുകുന്ന കറന്റിനെ തടയുകയാണ്. കൊടുക്കുന്ന വേറെ പോയിന്റ് കേട്ടോളാം. കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ട്, അപ്ലൈഡ് വോൾട്ടേജ് എന്ത് സംഭവിക്കുന്ന അറിയോ? ഡിക്രീസസ്, കുറഞ്ഞു പോകും. എന്താ? ഒരു ബാക്ക് EMF ഉണ്ടാവും, ബാക്ക് വോൾട്ടേജ്. അത് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ 10 വോൾട്ട് കൊടുത്തു, അവിടെ 3 വോൾട്ട് ഉണ്ടായി. ഇത് ബാക്ക് EMF. നമ്മളിത് അപ്ലൈഡ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് ബാക്ക്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എത്ര ബാക്കി? 7 only. എന്ന് നമ്മൾ എത്ര കൊടുത്താണ്? 10. ബട്ട് വി ആർ ഗെറ്റിംഗ് ഓൺലി 7. ശരിക്കും ഓരോ പോയിന്റ് എഴുതിക്കോ. ഓരോരോ എക്സാം ഓരോ കേസ് എടുത്ത് എഴുതിക്കോ. 7 10 ഒക്കെ ഉപയോഗിക്കണം എപ്പോഴും നല്ലതാ. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് തിരിയും. നമ്മൾ കൊടുത്തത് 10, അവിടെ ഉണ്ടാവുന്ന ബാക്ക് EMF സപ്പോസ് 3 ആണ് കൂട്ട് എങ്കിൽ അവിടെ മൊത്തത്തിൽ ആ സർക്യൂട്ടിൽ എത്ര ഉള്ളൂ? 7 ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ 10 കൊടുക്കും, എന്നാൽ 7 ഉള്ളൂ. വേസ്റ്റ് ആണല്ലോ. കറണ്ട് അങ്ങനെ തന്നെയാ, വേസ്റ്റ് ആണ്. അപ്പൊ ഇവന്റെ പണി എന്താണ്? കോയിലിന്റെ പണി AC-യെ തടയും. ശരിക്കും മനസ്സിലാക്കിക്കോ, കോയിലിന്റെ പണി എന്താണ്? ഇവൻ AC-യെ ഒപ്പോസ് ചെയ്യും. AC ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാനെ? തടയും. കോയിലിന്റെ പണി അതാ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് ഞാൻ കടന്നു പോകുന്നത്. ഏത് പരീക്ഷയ്ക്ക് എന്ത് ടോപ്പിക് എടുത്താലും ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കും. ഈ കോൺസെപ്റ്റ് വെച്ച് ചോദിക്കും.
അടുത്ത ചാപ്റ്ററിൽ ഇത് തന്നെ നിങ്ങൾക്ക് വരും. ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്ക് തന്നെ ഇത് കയറി വരും. അപ്പൊ ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. അങ്ങനെ ഞാനത് ബിൽഡപ്പ് ചെയ്യണം. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവർക്ക് ഇതിന്റെ ഐഡിയ ഉണ്ടാവും. കോയിലിന്റെ പണി AC-യെ അവന് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് ഈ കോയിലിനെ ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഡിവൈസിന്റെ പേരാണ് ഇൻഡക്ടർ. അപ്പൊ എല്ലാ കോയിലിനും നമുക്ക് എല്ലാ കോയിലിനും ഒരു പേരിട്ട് വിളിക്കാം. ആ പുതിയ പേരാണ് എന്ത്? ഇൻഡക്ടർ. അതാണ് ഫാരിസ് ചോദിച്ചത്. മുഹമ്മദ് ഫാരിസ് ചോദിച്ചത് എന്താ അറിയോ? സാറേ അങ്ങനെയാണെങ്കിൽ മറ്റേ എല്ലാ കോയിലുണ്ടും AC കൊടുക്കുന്ന അല്ലെങ്കിൽ വേരിയിങ് കറന്റ് ഉള്ള എല്ലാ കോയിലും വേരിയിങ് കറന്റ് ഒന്നിൽ AC കൊടുക്കും, അല്ലെങ്കിൽ ബാറ്ററി ഓൺ ഓഫ് ആക്കും. അങ്ങനെ തന്നെ എഴുതിക്കോട്ടെ, വിട്ടുപോയത്. അങ്ങനെ തന്നെ പുതിയ 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 വാക്കുകൾ വീണ്ടും വീണ്ടും എഴുതി. ഇപ്പൊ തന്നെ പഠിക്കും. അതാ രസം. ഇന്ന് എഴുതി നിങ്ങൾ വീട്ടിൽ പോയി ഭംഗിയായ നോട്ട് ഒന്നോടെ ഉണ്ടാക്കിയാണ്ടല്ലോ അടിപൊളിയാണ്. പിന്നെ വേണ്ടത് ഒരു നോട്ട് എന്ത് ചെയ്യണം, ഇന്നാണ് നോക്കണമെങ്കിൽ അതിന്റെ ഡേറ്റ് ഇട്ടിട്ട് ആ സാധനങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ ഒന്നോടെ അത് ഭംഗിയാണ്. ഇതിപ്പോ എന്റെ പേസിലല്ലേ നിങ്ങളുടെ പേസിൽ. അതാണ് പഠിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് സമയത്ത് ക്ഷമ വേണം. അല്ലാതെ കൂല്ലോ, അല്ലാതെ പണി നടക്കൂല. അത് വീഡിയോ നാളെ. ഓക്കെ. അപ്പൊ കോയിലാണ്. കോയിൽ ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ നമ്മൾ വിളിച്ച കോയിലുകളെ ഇത്രയും നാൾ നമ്മൾ വിളിച്ചപ്പോ കോയിൽ 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 എന്ന് പറഞ്ഞില്ലേ? ഇൻസുലേറ്റർ കോയിൽ, സോളിനോയിഡ്. സോളിനോയിഡിന്റെ പുതിയ പേരാണ് ഇൻഡക്ടർ. സോളിനോയിഡിന്റെ പുതിയ പേരാണ് ഇൻഡക്ടർ. കപ്പാസിറ്റർ പോലെ, റെസിസ്റ്റർ പോലെ ഒരാളാണ് ആര്? ഇൻഡക്ടർ. വെരി ഇമ്പോർട്ടന്റ് ആണ്. 3 ആൾക്കാര് ഇലക്ട്രോണിക് സർക്യൂട്ടിലെ 3 ആൾക്കാര്, മെയിൻ 3 ആൾക്കാർ അതാണ്. 1 ഇൻഡക്ടർ, 2 കപ്പാസിറ്റർ, 3 റെസിസ്റ്റർ. ഈ 3 ആൾക്കാരും 3 പണിയാണ് ചെയ്യണേ. ഈ 3 ആൾക്കാരും 3 പണിയാണ് ചെയ്യണേ. സംശയം ഉണ്ടാവട്ടെ, സംശയം ഉണ്ടാവട്ടെ. എനിക്ക് അതിനകത്ത് ഒരുപാട് പറയാനുണ്ട്. അതിനകത്ത് ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവട്ടെ. നീ കേട്ടോ, സംശയം അപ്പത് ചോദിച്ചോ. എനിക്കിങ്ങനെ പറയണേ, ഞാൻ പറഞ്ഞു പോകും. ഇനി അപ്പോ ഇൻഡക്ടൻസ് എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇൻഡക്ടൻസ്. ഇനി സെൽഫ് ഇൻഡക്ടൻസ് ഇതുപോലെ തന്നെ ഒരു സാധനമാണ്. സെൽഫ് ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ടൻസ് എന്തായിരിക്കും? സെൽഫ് ഇൻഡക്ടൻസ് വെച്ചാൽ എന്താണെങ്കിലും വിശദീകരിക്കണേ. എന്തായിരിക്കും ഒന്ന് പറഞ്ഞ മറ്റേ അവിടെ അന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി എന്താ പറഞ്ഞ അന്ന? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താ നിങ്ങൾ എഴുതിയ? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്തെന്ന് പറയും നമ്മുടെ മലയാളത്തിൽ? മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താ? മ്യൂച്വൽ ഇൻഡക്ടൻസ് ഇൻഡക്ഷൻ നടക്കാനുള്ള കഴിവിനെ. അത് തന്നെ. ഏത് ഇൻഡക്ഷൻ നടക്കാനുള്ള കഴിവ്? എത്ര ഇൻഡക്ഷൻ നടക്കുമെന്നുള്ള എത്ര നടക്കും, എത്ര മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കും എന്നുള്ള കഴിവാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. അതിനാണ് സെൽഫ് ഇൻഡക്ടൻസ് എന്താ അന്ന? എത്ര സെൽഫ് ഇൻഡക്ടൻസ് നടക്കും എന്നുള്ള കഴിവ്. എത്ര സെൽഫ് ഇൻഡക്ഷൻ നടക്കും, ഒരു കോയിലിൽ എത്ര സെൽഫ് ഇൻഡക്ഷൻ നടക്കാനുള്ള കഴിവുണ്ട്, അതാണ് സെൽഫ് ഇൻഡക്ടൻസ്. ഓക്കെ. അതിന്റെ ലെറ്റർ നോക്കിയാൽ പുള്ളിയെ, അതിന്റെ ലെറ്റർ എല്ലാം ക്യാപിറ്റൽ. ക്യാപിറ്റൽ എല്ലാം വീണ്ടും കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അതാണ് സെൽഫ് ഇൻഡക്ടൻസ്. അതിന്റെ ഫോർമുല വളരെ എളുപ്പമാണ്. മറ്റേന്റെ ഫോർമുല ഇതായിരുന്നു. M = ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. μ0 n1 n2 πr1² L അല്ലേ? നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്താണെന്നറിയാം, ഇവിടെ ഒറ്റ കോയിലുള്ളൂ. അപ്പൊ n1 ഉം n2 സെയിം ആണ്. ഒരു കോയിലേ ഉള്ളൂ. അപ്പൊ n വരും, പിന്നെയും n വരും. പിന്നെ πr1² വേണ്ട. അപ്പൊ n × n n² ആവും. ഉണ്ടോ? അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഒരെണ്ണം പഠിക്കാവും. μ0 n ഒരെണ്ണം ഉള്ളൂ, ഒരു കോയിലല്ലേ ഉള്ളൂ. അപ്പൊ n × n n². പൈ
R² ഉള്ളൂ, R1² വേണ്ട, L വിളിച്ചാൽ മതി. അപ്പൊ അതാണ് സംഭവം. അതുപോലെ വിടരുത്, നല്ല ഫ്രഷ് ആയിരുന്നോണം. ഫ്രഷ് ആയിരിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ബാക്കിൽ ജനലിൽ നിന്ന് തുറന്നിടാൻ പറ്റിയ സ്ഥലമാണോ അത്? കാറ്റിന് കയറട്ടെ. കാറ്റിന് കയറട്ടെ, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ. രാവിലെ നമ്മൾ പഠിക്കുമ്പോഴേ കുറെ എണ്ണം പഠിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകും. ഒരു റൂമിന്റെ ഉള്ളിൽ കയറി ഇരുട്ടത്ത് കയറിയിരുന്ന് ഇല്ലാത്തൊരു ബൾബ് ഇട്ടിട്ട് ഇങ്ങനെ പേടിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തന്നെ നോക്കുമ്പോൾ പേടിയാവും ചില റൂമുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കാതെ നല്ല ഫ്രഷ് ആയി നല്ല ഫ്രഷ് എയറിലൊക്കെ രാവിലെ അല്ലേ പഠിക്കും, നല്ല ഫ്രഷ് എയറിലിരിക്കാൻ സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നല്ല ഓപ്പൺ ആയിട്ട് നല്ല സൗണ്ട് വെച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടാവാത്ത രാവിലെയാണ് അത്ര പ്രശ്നമുണ്ട്. റൈറ്റ്. അപ്പൊ എന്താണ്? അതാണ് സെൽഫ് ഇൻഡക്ടൻസ്. പ്രശ്നമുണ്ടോ? പറഞ്ഞുണ്ടോ? ഇനി ഒരു കേസ് ഞാൻ പറയാം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചു. എം മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല, ഇൻഡക്ഷൻ ആ പദ്ധതിയുടെ പേരാ, ആ പ്രോസസ്സിന്റെ പേരാ. സെൽഫ് ഇൻഡക്ഷൻ ആ പ്രോസസ്സാ, ഉണ്ടാവുന്ന പ്രോസസ്സാ. ഇൻഡക്ടൻസ് അതിന്റെ കഴിവാണ്. അപ്പൊ എം ഒരു കഴിവാണ്, എൽ ഒരു കഴിവാണ്. ഈ രണ്ടുപേരും ഒരു കഴിവാണ്. റെസിസ്റ്റൻസ് ഒരു കഴിവാണ്, കപ്പാസിറ്റൻസ് ഒരു കഴിവാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കഴിവിനെ അളക്കുന്നത് എന്ത് യൂണിറ്റ് ഉപയോഗിച്ച്? ആഫീസ് പോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കഴിവിനെ അളക്കുന്നത് എന്ത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? എന്ത് SI യൂണിറ്റ്? അത് ലെറ്റർ എന്താ SI യൂണിറ്റ്? അതിന്റെ എന്ത് യൂണിറ്റ് വെച്ചിട്ട് അളക്കണേ? ഓം. കപ്പാസിറ്റൻസോ? സാല അവർക്കുണ്ടോ? സാലാമീര അവർക്കുണ്ടോ കപ്പാസിറ്റൻസ്? ഇല്ല. അയ്യോ, ഒത്തിരി തിരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. ആരാ ഓർക്കണേ? കപ്പാസിറ്റൻസിനെ അളക്കുന്നത്? കപ്പാസിറ്റി അളക്കുന്ന ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പറഞ്ഞ അപ്സറേ, അപ്സർ മാത്രമേ കൈ വെക്കിട്ടുള്ളൂ. ക്യാപിറ്റൽ F. റെസിസ്റ്റൻസിന്റെ സൈമൺ ഓം എന്ന് പറഞ്ഞ സൈമൺ ഓം. ഇത് നമ്മുടെ മൈക്കിൾ ഫാരഡേ ആണ്. ഫാരഡേ. ഇയാൾ ഈ ഇൻഡക്ഷനും മറ്റേ മ്യൂച്വൽ ഇൻഡക്ടൻസും സെൽഫ് ഇൻഡക്ടൻസും രണ്ടും വരുന്നത് നമ്മുടെ ഫാരഡേയുടെ കൂടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? വേറൊരു സയന്റിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു? ഫാരഡേയുടെ കൂടെ ആരുണ്ടായിരുന്നേ? മാളവിക. ആരാ ഫാരഡേയുടെ കൂടെ ഉണ്ടായിരുന്നേ? സർ ഹെൻറി ആണോ? ഹെൻറി. അതുകൊണ്ട് ഈ SI യൂണിറ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, ഹെൻറി, ക്യാപിറ്റൽ H. അപ്പൊ എവിടെ ഇൻഡക്ടൻസ് വന്നാലും അത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയിക്കോട്ടെ, സെൽഫ് ഇൻഡക്ടൻസ് ആയിക്കോട്ടെ, അപ്പൊ അത് അപ്പൊ നമ്മളെങ്ങനെ അത് ഓർത്തിരിക്കണേനാ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അത് ഓർത്തിരുന്നാൽ മതിയോ? പോരാ, നിങ്ങൾ പോയി വീണ്ടും പഠിക്കട്ടെ. ഹെൻറി ക്യാപിറ്റൽ H, ഇൻഡക്ടൻസ് ഹെൻറി ആട്ടോ. നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തണം. ഇത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്? റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്. ഈ മൂന്ന് ആൾക്കാർ, മൂന്നും സയന്റിസ്റ്റിന്റെ പേരിലാണ്. സൈമൺ ഓം, മൈക്കിൾ ഫാരഡേയുടെ കൂടുതൽ ഹെൻറി എന്ന് ഓർക്കാലോ. എപ്പോഴും മറന്നു പോകുമ്പോൾ കണക്ട് ചെയ്യണമല്ലോ. വെറുതെ മെമ്മറി ആവരുതല്ലോ. അതുകൊണ്ട് അതിനാണ് അധ്യാപകര്. മെമ്മറിയിൽ കുറെ സ്റ്റോറി ഉണ്ടായിട്ട് വരും. ഈ ഫോമിലൊക്കെ പഠിക്കണ്ടേ? അപ്പൊ അത് കണക്ഷനോടെ തന്നെന്താവും നമുക്ക് എളുപ്പം ഓർത്തെടുക്കാൻ, റീക്യാപ്പ് ചെയ്യാൻ. അപ്പൊ അതാണ് ഹെൻറി, ക്യാപിറ്റൽ H. അപ്പൊ ഇനി മുതൽ നമ്മൾ എങ്ങനെയൊക്കെ അറിയണേ? വാട്ട് ഈസ് ദ, നമ്മൾ പറയും ഒരു കോയിൽ, അങ്ങനെ പറയും. ഒരു കോയിൽ ഉണ്ടോ, ആ കോയിലിന്റെ കപ്പാസിറ്റൻസ്, ആ കോയിലിന്റെ ഇൻഡക്ടൻസ് 10 ഹെൻറി ആട്ടോ. അപ്പൊ നമ്മൾ എഴുതും ഒരു കോയിലിനാണ് നമ്മൾ എഴുതും L 10 ഹെൻറി. ഒരു കോയിൽ മറ്റേ കോയിലിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇൻഡക്ടൻസ് ഇത്രയാണോ? അപ്പൊ M 5 ഹെൻറി. ഇത് മില്ലി ഹെൻറി എന്ന് ചെയ്യുന്നു, 10⁻³ മൈക്രോ ഹെൻറി, മെഗാ ഹെൻറി. എൻട്രി അല്ലാട്ടോ ഞാൻ എഴുതുന്നുണ്ട്. ചിലവർ ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. മെഗാ എൻട്രി എന്നൊക്കെ നിങ്ങൾ പറയാം. അതൊക്കെ നമ്മുടെ സിനിമയില് മെഗാ എൻട്രി, മറ്റേ ഫിലിം സ്റ്റാറിന്റെ മെഗാ എൻട്രി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ മെഗാ ഹെൻറി ആട്ടോ ഞാൻ പറഞ്ഞ രണ്ടാട്ടോ പറഞ്ഞേക്കരുത്, നടക്കടാവും. പഠിപ്പിച്ചവർക്ക് വരെ നടക്കടാവും.
അതാ പ്രശ്നം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബിടെക്കിനെ ഈ ഓഫ്ലൈൻ നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് ബിടെക്കിന് നമ്മുടെ സുനിൽ സാറാണ് കോളേജിൽ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കാറില്ല സ്റ്റാഫ് റൂമിൽ. അപ്പോ മറ്റേ ഫസ്റ്റ് ഇയർ പയ്യനോട് ഇങ്ങനെ മാത്സ് പഠിപ്പിക്കുക. അപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ അതൊക്കെ പഠിക്കുക. അപ്പൊ അവന് മാർക്ക് കിട്ടിയവൻ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കണവനാ. അപ്പൊ അവനോട് ഇങ്ങനെ ചോദിച്ചെന്തോ ഇന്റഗ്രേഷൻ സാർ ഇന്റഗ്രേഷൻ അത് ഇങ്ങനെ സാറിന്റെ പാമ്പ് പോലെ ഒരു സാധനം ഇടൂലേ. അവൻ ചോദിക്കാന്നത്ര അതാ സുനിൽ സാറ് സ്റ്റാഫ് റൂമിൽ സാറേ പാമ്പ്, അതായത് പൊതുവെ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റഗ്രേഷൻ അങ്ങനെ ഒരുപാട് സമയം കളയില്ല. അത് പണ്ട് പോലെ ഇപ്പൊ നിങ്ങൾ ഈ ഡിലേറ്റഡ് പോർഷൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് വലിയ ചാപ്റ്റർ, അത് വലിയ ചാപ്റ്റർ ഒരുപാട് സമയം കണ്ടു പരിചയം അവൻ മാർക്ക്. ഇന്റഗ്രൽ എന്ന് അവന് പറയാറില്ലെന്ന്. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് വായിക്കാറില്ലെന്ന്. അവന് പാമ്പ് പോലെ ഒരു സാധനം സാർ ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ ഇടൂലേ എന്ന് പറയാ. അങ്ങനത്തെ ഒരു സാധനമല്ലേ ഇന്റഗ്രൽ. ഇന്റഗ്രൽ നമ്മൾ പറയണ്ടേ ക്ലാസ്സിൽ. ഇന്റഗ്രൽ സൈൻ ഇതിനെന്താ ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് വിളിക്കണ്ടേ. അത് ഭയങ്കര പേടിയിൽ വിളിക്കും. ചിലർ ഡി സൈൻ എക്സ് ബൈ ഡി എക്സ് എന്ന് വിളിക്കും. അവരങ്ങനെ പോണേ ബാക്കി പോണേ പറ്റും. നമ്മൾ തന്നെ പ്രശ്നം കൊണ്ട് നമ്മൾ ബാക്കി പോണെയാണ്. വാ തുറക്കാൻ നമുക്ക് പേടിയല്ലേ. ഇതിപ്പോ എന്ത് ഞാൻ വായിക്കുന്നത് ശരിയാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ തന്നെ ശരിയാക്കണം. ശരി ശരി അപ്പോ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മൾ തൽക്കാലം ഇനി ഞാനൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന വേറൊരു സാധനമാണ് ഈ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടല്ലോ. നമ്മള് സെൽഫ് ഇൻഡക്ഷൻ എപ്പോഴും തടയൂന്നല്ലേ സ്വന്തം കോയിലിൽ. ഇതിനകത്ത് വേറൊരു കേസ് ഉണ്ട്. സെൽഫ് ഇൻഡക്ഷൻ കോയില് ഒപ്പോസ് ചെയ്യും. കോയിൽ ഒപ്പോസ് ചെയ്യും. എന്തിനെ കോയിൽ ഒപ്പോസ് ചെയ്യുന്നത്? എന്താ കോയിൽ ഒപ്പോസ് ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കോയിൽ കറണ്ട് അവിടെ വരുമ്പോ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. വരുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. കോയിൽ ആരെ മാത്രമേ ഒപ്പോസ് ചെയ്യുള്ളൂ? എ സി ആണോ ഡി സി ആണോ ഒപ്പോസ് ചെയ്യണേ? ഹാൻഡ് റൈസ് ഉണ്ട്. ചാടി 1-2 പിള്ളേർ ഹാൻഡ് റൈസ് ഉണ്ട്. അത്ര ലൈവാന്ന് അർത്ഥം. അഭിരാമിയെ പറഞ്ഞ അഭിരാമിയെ, എ സി ആണോ ഡി സി ആണോ കോയിൽ ഒപ്പോസ് ചെയ്യണേ? അല്ലെങ്കിൽ ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുന്നത്? നല്ല വാക്കാണ് ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുന്നത്. എ സി ഡി സി ഒപ്പോസ് ചെയ്യോ? ഇല്ല ഒപ്പോസ് ചെയ്യും. കോയിൽ ആരെ മാത്രം ഒപ്പോസ് ചെയ്യുള്ളൂ? എ സി ആണ് ഒപ്പോസ് ചെയ്യുള്ളൂ. ഡി സി ഒപ്പോസ് ചെയ്യും. എന്നാൽ റെസിസ്റ്റർ അങ്ങനെയല്ല. റെസിസ്റ്റർ എല്ലാവരും ഒപ്പോസ് ചെയ്യും. അതാണ് റെസിസ്റ്റർ ഇൻഡക്ടർ നമ്മളെ വ്യത്യാസം. റെസിസ്റ്റർ ഇൻഡക്ടർ നമ്മളെ വലിയ വ്യത്യാസം അതാ. വേറെ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്നറിയാം, ഭയങ്കര വ്യത്യാസമുണ്ട്. ഇൻഡക്ടർ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇത്ര ഡീപ്പാണ് ഞാൻ പറഞ്ഞത്. ഇത്ര ഡീപ്പ് എനിക്കത് പറയാതെ പോകാൻ പറ്റാത്തത്. ഞാൻ പറയാതെ പോണം എന്ന് നോക്കും. പക്ഷെ അത് പറയാതിരുന്നാൽ വിട്ടുപോലും എടുത്ത് പറയണേ. ഇൻഡക്ടർ ഇവൻ ഒപ്പോസ് എന്ന് പറഞ്ഞില്ലേ? റെസിസ്റ്റർ എങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന ആർക്കെങ്കിലും പറയാമോ? റെസിസ്റ്റർ ഈ വരുന്ന കറണ്ടിനെ എങ്ങനെയാണ് അവൻ ഒപ്പോസ് ചെയ്യണത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവൻ എങ്ങനെയാണ് ഇതിനെ കുറയ്ക്കണേ? ഈ വരുന്ന കറണ്ട് അവൻ എന്ത് ചെയ്യും? ഈ വരുന്ന കറണ്ടിനെ അവൻ എന്ത് ചെയ്യും? ജസ്വിൻ കെ, വരുന്ന കറണ്ട് എന്ത് ചെയ്യും? പിടിച്ചു നിർത്തിയിട്ട് ബ്രില്യൻ. അത് പറയാൻ ഇത്തിരി കൈ പൊക്കണം. കോൺഫിഡൻസ് പറയാതെ ഇത്തിരി പൊക്കണം. ഹീറ്റാക്കി മാറ്റി പുറത്തേക്ക് കളയും. ഹീറ്റ് ലോസ്. ഇൻഡക്ടർ അങ്ങനെയല്ല. അതാ രസം. ഇൻഡക്ടർ ഉണ്ടല്ലോ കളയില്ല, അവൻ സ്റ്റോർ ചെയ്യും. ഈ വരുന്നവനെ ഒപ്പോസ് ചെയ്തിട്ട് അതിനെ പിടിച്ച് സ്റ്റോർ ചെയ്യും. അങ്ങനെയാ, ഭയങ്കര സാധനമാണ്. നമ്മൾ പോണില്ല. മാഗ്നറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അവന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് നിർത്തും. അതുകൊണ്ട് ഇവന് വേറെ ഉപയോഗത്തിന് ഉപയോഗിക്കാറുണ്ട് ഇൻഡക്ടറിനെ. അതുകൊണ്ട് ഇൻഡക്ടർ വേറെ സാധനമാണെന്ന് പറയണേ. നമ്മൾ ചുമ്മാ ഒപ്പോസ് ചെയ്യും. ഉറപ്പ് കുറയ്ക്കും, ഉറപ്പ്. പക്ഷെ കുറച്ചിട്ട് ആ വന്ന സാധനം കുറച്ച സാധനത്തെ കളയല്ല. ആ 3 ഒപ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ല, 3 കളയല്ല, സ്റ്റോർ ചെയ്യും അവന്റെ ഉള്ളില്. ആവശ്യത്തിന് പിന്നെ എടുക്കും. അതാണ് ഇൻഡക്ടറും ഇൻഡക്ടറും റെസിസ്റ്ററും തമ്മിൽ വ്യത്യാസം എടുക്കോ. ചിലപ്പോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ പോണത് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരും. അത് വ്യത്യാസം അതാ. റെസിസ്റ്റർ എന്തിനാ? അല്ലെങ്കിൽ ഒരു ബോധം വേണമല്ലോ പഠിപ്പിക്കുക. റെസിസ്റ്ററിന് ചുമ തടയുള്ളൂ, പക്ഷെ ഇൻഡക്ടർ ചുമ തടയല്ല, തടയും ചെയ്യും. ഒപ്പോസിറ്റ് എ സിന് മാത്രമേ ഉള്ളൂ. ഡി സിന് ഒരു കളിയില്ല. ഡി സിന് ഒരു നോ റോൾ. ടീച്ചിങ് ലെറ്റർ.
I will teach you the formula. ഇങ്ങനെയൊന്നും ഞാൻ കഥ പറയില്ല കേട്ടോ. ഞാൻ ഫോർമുല ഒക്കെ പഠിപ്പിക്കുള്ളൂ. അടുത്ത ചാപ്റ്ററിലെ ഫോർമുല ഞാനല്ല, സിലബസ് അങ്ങനെയാണ്. ഞാൻ കഥ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. പറഞ്ഞോ സാർ ഇൻഡക്ടർ മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യണേ? അതെ 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 ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ ഒരു മാഗ്നറ്റിക് എനർജി എന്നുള്ള കോലത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, അതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് നിർത്തുവാണ്. ഈ സോളിനോയിഡിൽ നമ്മൾ പഠിച്ചില്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഉള്ളിൽ, അതുപോലെ ഉണ്ടാക്കി നിർത്തും. പിന്നെ ലേറ്റർ ഇതിന് ആവശ്യം വരുമ്പോൾ അത് എടുക്കുക. എന്നാൽ റെസിസ്റ്ററിൽ പിന്നെ എടുക്കാൻ പറ്റില്ല, ചൂടായിട്ടാണ് പുറത്തേക്ക് പോകും. നഷ്ടമാണ് റെസിസ്റ്റർ. പക്ഷെ റെസിസ്റ്റർ ആവശ്യം, റെസിസ്റ്റർ പല സ്ഥലത്തും ആവശ്യം. ഡി സി തടയാൻ ചെയ്യണേ റെസിസ്റ്റർ വേണം. ഹീറ്റായി പോയാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു. ഇനി ഞാൻ പറയാം, ഇതിനകത്ത് പറയാൻ ഞാൻ വന്നതാ. ഇൻഡക്ടർ സ്റ്റോർ മാറ്റി ഓപ്പോസ് ചെയ്യാം. ഇനി അതുകൊണ്ട് ഈ ഇവനെ ഉണ്ടല്ലോ, ഇവൻ ഈ തടയണമുണ്ട് ചേഞ്ചിനെ, അതായത് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കാതെ തടയണമുണ്ട്. ഇവന് നമുക്ക് ഇനേർഷ്യ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഇനേർഷ്യ. ഇവൻ എന്തുണ്ട്, ഭയങ്കര ഇനേർഷ്യ ഉണ്ട്. ഇനേർഷ്യ ഉണ്ട് ഓൾറെഡി പഠിച്ചാണ്. ശരിക്കും ഇനേർഷ്യയെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാറുണ്ട്. കാരണം ഇതിനകത്ത് ഉണ്ടാവുന്നതിനെ, കറണ്ട് ഉണ്ടാവുന്നതിന് ഇവൻ തടയണം, ഒപ്പോസ് ചെയ്യണം, ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണം. അതുകൊണ്ട് ഇനേർഷ്യ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇനേർഷ്യ എന്ന് പറയുമ്പോ ഞാൻ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇനേർഷ്യയുടെ ലെറ്റർ ആരാ? ഇനേർഷ്യയുടെ ലെറ്റർ ആരെങ്കിലും പറയാമോ? ഇനേർഷ്യയുടെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ച ലെറ്റർ ആരെങ്കിലും പറയാമോ? ചിലതിനെ പറഞ്ഞ തെറ്റാണ്, ആലോചിച്ച് ശ്രദ്ധിച്ച് പറയാവുള്ളൂ. അതാ ഞാൻ ആലോചിച്ച് പറയാവുള്ളൂ എന്ന് ചോദിച്ചത്. അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഞാൻ നിന്നോട് ആലോചിച്ച് പറയാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഏതാ എന്ത് എം അത്? അതാണ് കണ്ടാ, ഇത് +1. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ധൈര്യമായിട്ട് പോകുന്നത്. ഞാൻ എന്നോട് തെറ്റാതെ പറഞ്ഞത് ആദ്യമായിട്ടാ പറയാം. എനിക്കറിയാൻ തെറ്റിച്ചു പറയുന്നത്. കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യക്കാണ് ക്യാപിറ്റൽ ഐ ഉപയോഗിക്കുന്നത്. രണ്ടാം ഇനേർഷ്യക്ക് നമ്മൾ ലെറ്റർ ഇല്ല, ലെറ്റർ ഐ ഇല്ല. പക്ഷെ എന്താണ് ലെറ്റർ? ഇനേർഷ്യ ശരിക്കും മാസുമായിട്ടാണ് ബന്ധം. മാസ് എം ആണ് ലെറ്റർ. അപ്പോ എപ്പോഴും 1 മാർക്ക് ചോദിക്കും, കോമ്പറ്റേറ്റീവ് എക്സാമോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമൊക്കെ ചോദിക്കുന്ന സാധനമാണ്. ഇലക്ട്രിസിറ്റിയിൽ അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിലും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം, അതാ കുറച്ചൊന്നല്ല, ഇലക്ട്രോ മാഗ്നറ്റിസം. അതപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇലക്ട്രോ മാഗ്നറ്റിസം കേട്ടോ. കറണ്ട് എടുത്തിട്ട് മാഗ്നറ്റിസം ഉണ്ടാക്കുക. അതില് എമ്മിന്റെ അനലോഗി ആരാണ്? അനലോഗ് മാസിനോട് റിലേറ്റഡ് ആരാണ്? ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ മാസിനോട് റിലേറ്റഡ് ആരാണ്? മാസ് ശരിക്കും മാസ് എവിടെ വരുന്നതെന്നറിയോ? മാസ് ഫിസിക്സിന്റെ ഏത് ബ്രാഞ്ചിലാണ് വരുന്നത്? മാസ് മെക്കാനിക്സിലാണ് വരുന്നത്. ഫിസിക്സിന് കുറെ ബ്രാഞ്ചുകളുണ്ട്. മെക്കാനിക്സ് +1 മെക്കാനിക്സ്, അതിലാണ് എം മാസ് വരുന്നത്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിസം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ലെറ്റർ ആരുമായിട്ട് ഇയാൾക്ക് ബന്ധം. അപ്പൊ മെക്കാനിക്സും ഇലക്ട്രോ മാഗ്നറ്റിസുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അതിനകത്ത് എം ഇവിടുത്തെ ആരുമായിട്ടാണ് ബന്ധം എന്നറിയോ? എല്ലായിട്ടാണ്. ആരെല്ലാം സെൽഫ് ഇൻഡക്ടൻസ്. ഇത് 1 മാർക്കാണ്. ഐഷ സിനിമ എഴുതിയോ? എഴുതി സാർ. അത് നോക്കണ്ടേ, ആ ബുക്ക് ഒന്ന് നോക്കണേ. എന്താ എഴുതുന്ന കാണട്ടെ വേണ്ടി. അല്ല എഴുതണ്ട്, ഐഷ എല്ലാം പറയണ്ട്. നീ ആളും കൂടിക്ക് അവർക്ക് പ്രശ്നമില്ല. എന്താ എഴുതുന്നത് ഞാൻ നോക്കാം. ഒരു മിനിറ്റ് ഞാൻ നോക്കാം. മുകളിൽ കാണിച്ചു ക്യാമറ മുകളിൽ എന്താ എഴുതിയത്? എഴുതിയാണ് വായിച്ചേ. ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ് മാസ്. എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ്? ഏത് ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ്? ആരുടെ സൗണ്ട് ഓണാക്കി? ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ എമ്മിന് പകരമായിട്ട് യൂസ് ചെയ്യണേ. അങ്ങനെ എഴുതി തന്നോട്ടെ. അങ്ങനെ തന്നെയാ വായിച്ചേ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിസം അനലോഗ് ഓഫ് എം ഈസ്. എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാ സാർ വിളിച്ചത്. അത് കേക്കുവായിരുന്നു സാർ. രണ്ടും മനസ്സിലായിട്ട് ചെയ്തേ. അപ്പൊ പോലീസുകാരുടെ സ്വഭാവം ഞാൻ എടുക്കും. അപ്പോഴേ ഇത് പിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോഴതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ശരി, കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ ഇതുപോലെ കഴിഞ്ഞ ആദ്യത്തെ ഓൺലൈനിൽ 10ാം ക്ലാസ് CBSE ഇതുപോലെ ഈ പിള്ളേര് ഫോണെ, അപ്പൊ നമ്മളും ആദ്യമായിട്ടാണല്ലോ ഫോണിൽ ക്ലാസ് എടുക്കും. ഉമ്മാര് ഭയങ്കര ശൈലിയാണ് ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ പിള്ളേര് മെച്യൂരിറ്റി പറഞ്ഞില്ല, നമുക്ക് രസം ക്ലാസ്സിൽ മറ്റന്മാർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്നു, ഉമ്മാര് ഫോട്ടോ എടുക്കുന്നു, ക്ലാസ്സിൽ ഞാനും അതിനൊന്നും ഇങ്ങനെ എന്തിട്ട് ഇവിടെ ആരെന്തെന്ന് കൂട്ടാണ് ഇങ്ങനെ ഓർത്ത് നിൽക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സച്ചു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 2 അമ്മമാരെ വീട്ടിലേക്ക് അന്വേഷിച്ചില്ല. അപ്പൊ വീട്ടിലേക്ക് ക്ലാസ് നടത്തണം. അപ്പൊ ഇവിടെ കിഴക്കങ്ങളിലെടുത്തുണ്ട് അതിന്റെ വീട്ടിലേക്ക്. ഇപ്പൊ ഞാൻ പോലീസുകാരെന്ന് പറഞ്ഞല്ലോ, റെയ്ഡ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ കയറിച്ചില്ല. അപ്പൊ കയറുന്നതിന് അവൻ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് ക്ലാസ് ഭയങ്കര കേൾക്കല. അപ്പൊ അത് കേൾക്കുന്നത് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ അവന്റെ ഉമ്മാരുണ്ട് അവിടെ ക്ലാസ് കേൾക്കണത്. ഞങ്ങൾ പുള്ളി ഇങ്ങനെ ക്ലാസ് കേൾക്കണം, മൊബൈലിൽ ഇങ്ങനെ ക്ലാസ് നടത്തുന്നത് മൊബൈലിൽ ഇങ്ങനെ വാട്സപ്പ് 3 ടാബ് തുറന്നിട്ടാണ് അറ്റ് എ ടൈമിൽ. 3 ടാബ് തുറന്നിട്ടിട്ടാ ഞങ്ങള് വാതിനെ തുറച്ചപ്പോ പുള്ളിക്ക് സംബന്ധിച്ച് ആര് ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി ടാബ് ക്ലോസ് ചെയ്തിട്ട് ഒരെണ്ണം ക്ലോസ് ചെയ്യും. അപ്പൊ ഞങ്ങൾ നോക്കിക്കാം, ഒരെണ്ണം ക്ലോസ് ചെയ്യും, അപ്പൊ അടുത്ത് വരും. ക്ലോസ് ചെയ്ത് 3ാമത്തെ ടാബ് ക്ലോസ് ചെയ്തപ്പോൾ സാറിനെ കാണുന്നത്, പഠിപ്പിക്കുന്ന സാറിനെ കാണുന്നത്. എന്റെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മള്. ഇങ്ങനെ അതൊക്കെ അവസാനം കേസ് കൊടുക്കണ്ട വന്നേ. പിള്ളേരെ ശല്യം പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ട് ഒരുത്തരെ വിളിച്ചപ്പോഴാണ് ശല്യം നിന്ന്. പിന്നെയാണ് നമ്മള് സിസ്റ്റം ഒക്കെ മാറ്റി മെയിൽ വഴിയൊക്കെ അങ്ങനെ പറഞ്ഞത്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ നിങ്ങളെ കൃത്യമായിട്ട് എഴുതിക്കോളൂട്ടോ. കൈ പിടിച്ച് എഴുതിക്കാനോ മുകളിൽ നിന്നൊന്നും കൊണ്ടുവരാൻ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അത്ര സ്റ്റാൻഡേർഡ് കുറച്ച് നമ്മൾ കാണുന്നില്ല. ഓക്കെ, എഴുതുമെന്നുള്ള സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ എന്തായി, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു. എനിക്കൊരു 2 പഠിപ്പിക്കാൻ പഠിപ്പിച്ചാലാണ് ചാപ്റ്റർ തീരുന്നത്. അടുത്ത് പറയുന്നത് അവർ 2 ഉണ്ട് എന്ന് കുറെ പോയിന്റുകളാണ്. ഒരുപാട് ഐഡിയ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചെറുതൊന്നുമല്ല, ഒരുപാട് ഐഡിയ. കുറച്ച് പ്രോബ്ലം ഒന്നും അത് കാര്യമായിട്ടില്ല. പ്രോബ്ലം ശല്യങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ ഇല്ല സിലബസിൽ തന്നെ കാര്യമായിട്ടൊന്നും. മനസ്സിലുണ്ട്. ഞാൻ പഠിപ്പിക്കുകയാണ് AC ജനറേറ്റർ. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് AC ജനറേറ്റർ. അപ്പൊ 4 ടൈപ്പ് ഇൻഡക്ഷൻ ഞാൻ പഠിപ്പിച്ചു കേട്ടോ. ഇമോഷണൽ EMF പഠിപ്പിച്ചു, എഡി കറൻസ് പഠിപ്പിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിപ്പിച്ചു, സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഈ ബോധം നിങ്ങളുടെ കൂടെയുള്ളവരോട് ചോദിച്ചു നോക്കി, 99% ഞാൻ തരാൻ ഉണ്ടാവില്ലേ? നമ്മൾ ചോദിച്ചു നോക്കി നിങ്ങളുടെ കൂടെയുള്ളവരോട്, പഠിച്ചറിയ കുട്ടികളോട്. ഈ ചാപ്റ്ററിൽ 4 ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 നമ്മൾ പഠിക്കണില്ലാത്ത പ്രശ്നമാണ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നു. വളരെ ഈറിന് അപ്പുറത്തേക്കായിരിക്കും, വളരെ മൂവിയുമ്പോഴായിരിക്കും. പിന്നെ എന്റെ കറണ്ട് വേറെ ഉണ്ട്. അങ്ങനെ പല പ്രശ്നം. എഡി കറണ്ട് അത് വേറെ സാധനം. അതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒറ്റ ഹെഡിങ് ഉള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെല്ലിന്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചു, ജാക്ക് പഠിപ്പിച്ചു, ഹെൻറി ഞാൻ പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി പറയുന്ന AC ജനറേറ്റർ. പിള്ളേരെന്ന് പറയും, ഒരു സ്ഥലത്ത് നമുക്ക് വോൾട്ടേജ് ഉണ്ടാക്കണം, ജനറേറ്റ് ചെയ്യണം. എന്തെല്ലാം പാർട്സ് അതിന് വേണം പിള്ളേർക്കറിയാം? പറയേ, ഒന്ന് പറയേ. മറ്റേ 3 സാലിനെ പലതവണ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒന്ന് പറഞ്ഞേ, നീ എന്തൊക്കെ വേണം? തുടക്കം നീ മറച്ചിട്ടൊന്നുമല്ല, നീ ഇത്ര നാൾ കേട്ടതനുസരിച്ച് ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് ജനറേറ്റർ നമുക്ക് വേണം. ആ ജനറേറ്ററിന് എന്തെല്ലാം പാർട്സ് വേണം, എന്ത് സെറ്റപ്പാണ് നമ്മൾ അറേഞ്ച് ചെയ്യണം? എങ്ങനെ പറഞ്ഞോ, ഒരു കോയിൽ വേണം. അബ്സല്യൂട്ട്ലി നീ പറഞ്ഞത് കോയിൽ നിർബന്ധമാണ്. പിന്നെ പറഞ്ഞത് മാഗ്നറ്റ് വേണം. ഇത് നിനക്ക് മടിയാണ് ഇവിടെ പറയാൻ. നീ പ്രാക്ടിക്കലി നീ ചെയ്യാൻ മിടുക്കണായിരുന്നു. നിന്റെ എന്താ ഇതെന്ന് എനിക്കറിയാവുന്നല്ലേ, അത്ര മിടുക്കണായിരുന്നു നീ.
ഇവിടെ നമ്മൾ LED ബൾബൊക്കെ ഉണ്ടാക്കിയപ്പോ നിന്നെ ആദ്യം കണ്ടു. അത്ര എടുക്കണത് തെച്ചു പോയതാ, നിന്നെ കൊണ്ട് കളഞ്ഞതാ എന്റെ പഠനവും കാര്യങ്ങളൊക്കെ. നോക്കിയോ? അപ്പോ ഒരു കോയിൽ വേണം. അതായത് നമ്മളൊരു കോയിൽ കൊടുക്കാം. ഒരു കോയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഒറ്റയിതാട്ടാണ് നമ്മള് ഗ്യാപ്പുള്ളതാണ്. കോയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യണം. ഒരു റെക്ടാങ്കുലർ കോയിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ശരി, കുറെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ധാരാളം നമ്പർ ഓഫ് ടേൺസ്, ഇങ്ങനെ കുറെ നമ്പർ ഓഫ് ടേൺസ് ഉള്ള റെക്ടാങ്കുലർ കോയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് പറ, പിന്നെന്താ വേണ്ടേ? പറഞ്ഞോ. മാഗ്നറ്റ് വേണം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ടും വേണം. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അറേഞ്ച് ചെയ്യണം. ശരിയാ, മാഗ്നറ്റിക് ഫീൽഡ് വേണം. പിന്നെ ഇവിടെ നമുക്കൊരു നോർത്ത് കൊടുക്കാം, ഇവിടെ നമുക്ക് സൗത്ത് കൊടുക്കാം. പിന്നെ ഇനി കറണ്ട് കൊടുക്കണം. ഈ ജനറേറ്ററിന് വേറെ അല്ല. ഇനിയിപ്പോ ജനറേറ്ററിന് കറണ്ട് നീ കൊടുക്കുവാണെങ്കിൽ പിന്നെ ജനറേറ്ററിന് നമുക്ക് കറണ്ട് ഇപ്പൊ എവിടെ നിന്ന് കൊടുക്കണേ? ഇതിപ്പോ എന്നെ പണി എന്താ ഉദ്ദേശിക്കണേ? ഇവിടെ എന്തുണ്ടാക്കാൻ നീ ഉദ്ദേശിക്കണേ? ജനറേറ്റർ എന്ന് പറയാൻ എന്തുണ്ടാക്കണ സാധന? അപ്പൊ നീ കറണ്ട് എനിക്ക് കൊടുക്കണം എന്നത്തേക്ക്? ഇല്ലേ? അങ്ങോട്ട് പോലെ അത്ര ഡീപ്പായിട്ട് പോലെ. ഇനി എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു, സെറ്റപ്പായി, കാരണം കിട്ടിയോ? സംഭവം കിട്ടിയോ? കിട്ടിയാ? കറണ്ട് കിട്ടിയാ? എന്ത് ചെയ്യണം പറഞ്ഞു? ഇയാള് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ? കറക്കണം. കറക്കുക. അപ്പൊ കറക്കാനുള്ള സെറ്റപ്പ് വേണം. കറക്കണമെങ്കിൽ നമുക്ക് കറക്കാം. കറക്കണമെങ്കിൽ അതിന് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കറക്കാൻ വേണ്ടി സാധാരണ അറേഞ്ച് അപ്പൊ കറക്കാൻ വേണ്ടി സാധാരണ എന്തെന്നറിയാം, ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തു. ഇങ്ങനെ പല്ലുകൾക്ക് വെച്ചിട്ട് ഇതിനെ അർമേച്ചർ എന്ന് വിളിക്കുന്നത്. അർമേച്ചർ കറങ്ങണ സാധനം. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി വെള്ളം കൊണ്ടുപോയി ഇടിപ്പിക്കുവോ, കാറ്റ്, വിൻഡ് മില്ലോ, വെള്ളോ, ആവിയോ, ഹീറ്റോ, ചർമ്മലോ, എന്ത് പരിപാടി കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ട് മൂവിങ് സാധനം ഇടിപ്പിച്ചിട്ട് പിന്നെ കറക്കും. കറക്കുമ്പോ ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് അപ്പൊ എന്തൊക്കെ പാർട്സ് ആകെ ഉള്ളത്? ഈ പറഞ്ഞ പോലെ 2 മാഗ്നറ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു കോയില്, പിന്നെ ഒരു പ്രശ്നമാവാൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ കേട്ടോ, അപ്പൊ ഇത് കറക്കും. അപ്പൊ ഇതാണ് ശരിക്കും അർമേച്ചർ. ആ കറങ്ങാൻ ഇവിടെ ഒരു ആക്സിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ മതി. അതൊന്നും നിങ്ങൾ വരച്ചാലും കുഴപ്പമില്ല, വരച്ചാലും കുഴപ്പമില്ല. ഇവിടെ കൊണ്ടാണ് ഇടിക്കണേ. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വെള്ളം വന്നിടിക്കും, വിൻഡ് കാറ്റ് വന്നിടിക്കും. തെർമൽ പവർ സ്റ്റേഷനിലാണ് ഈ ഹീറ്റ്, വെള്ളം ചൂടാക്കി ആവി, സ്റ്റീം വന്നിടിക്കും. അങ്ങനെ നമ്മളെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലൊക്കെ വെള്ളം ആവിയാക്കിയിട്ട് ആവി തന്നെ ഇടിക്കും. തെർമൽ എല്ലാത്തിനും കറക്കാണ്. എല്ലാത്തിനും ആകെ അല്ലാത്തൊരു സംഭവം സോളാർ പാനല. അത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുക എങ്ങനെയാണ്. ബാക്കി എല്ലാത്തിനും കറക്കാണ്. ചിലപ്പോ ഇയാളെ കറക്കുമ്പോ ഞാൻ പറഞ്ഞു നീ കേട്ടോ. ഇനി കറക്കുമ്പോ ഒരു പ്രശ്നം എന്നാണ് നമ്മളത്, നമ്മളിവിടെ വയറേ നമ്മളിവിടെ ഉണ്ടാവണേ. ഈ ഉണ്ടാവണേ നമുക്ക് പുറത്തേക്ക് എടുക്കണ്ടേ? ഈ ഉണ്ടാവണേ നമുക്ക് പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ നമ്മള് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. സപ്പോസ് ഈ ഉണ്ടാവണ ആള് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തു. ഇങ്ങനെ പുറത്തേക്ക് എടുത്താലുള്ള പ്രശ്നം ഉണ്ടാവണേ. ഇവൻ കറങ്ങുമ്പോ എന്ത് പ്രശ്നം ഉണ്ടാവും ഒന്ന് പറഞ്ഞേ മറ്റേ ഷജാഫെ. ഇവൻ കറങ്ങുമ്പോ എന്ത് പ്രശ്നം ഉണ്ടാവും ഷജാഫെ? ഇങ്ങനെ നമ്മളെ പുറത്തേക്ക് എടുക്കുന്നുണ്ടോ? 2 വയറ് വെച്ചിട്ട് ഉണ്ടാവുന്നതിനെ പുറത്തേക്ക് എടുക്കും. ഇപ്പൊ കറങ്ങുമ്പോ എന്തുണ്ടാവും? എന്ത് കുഴപ്പമുണ്ടാവും? അബു എന്ത് പ്രശ്നം ഉണ്ടാവും അബുയെ? എന്താ പ്രശ്നം ഉണ്ടാവാൻ പോണേ ഇങ്ങനെ കറങ്ങിയ? പറയാ ആലിനെ എന്നാ പ്രശ്നം ഉണ്ടാവുന്നത്? നീ കറങ്ങിയ ആലിനെ പോലെ നീ എന്നാ പ്രശ്നം ഉണ്ടാവും? കറങ്ങുന്ന പ്രശ്നമല്ലേ? നമ്മൾ കണക്ട് ചെയ്യുന്ന വയറ് പിരിഞ്ഞ് പൊട്ടിപ്പോകും. ഞാൻ നോർമലി നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞേ, നിങ്ങൾ ഇന്റർനാഷണൽ എന്ന് പറയണ്ട. പിരിഞ്ഞ് അവിടെ പൊട്ടിപ്പോകും. അങ്ങനെയല്ലേ? ആ കറങ്ങി പൊട്ടിപ്പോവാ വയറ്.
അത് പൊട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പൊ നമ്മൾ പിടിപ്പിക്കുന്ന ഒരാളുടെ പേരാണ്, അതാണ് സ്ലിപ്പ് റിങ്സ്. ഇതിങ്ങനെ തിരിഞ്ഞ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ റിങ്ങിന്റെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ റിങ് കൊടുത്തു, ഇവിടുന്ന് ഇങ്ങനെ റിങ് ഇവിടെ കൊടുക്കും, ഇവിടെ റിങ് കൊടുക്കും. ആ റിങ്ങിലേക്ക് നമ്മളൊരു ബ്രഷ് വഴി, ബ്രഷ് റിങ്, ഈ റിങ്ങിന്റെ പേരാണ് സ്ലിപ്പ് റിങ്. തെന്നുന്ന റിങ്, കാരണം കറങ്ങുമ്പോ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. 10ാം ക്ലാസ്സിലെ സാധനം സ്ലിപ്പ് റിങ്. ബ്രഷ് അതിനകത്ത് മുട്ടി നിൽക്കും, ബ്രഷ് അതിനകത്ത് ഇങ്ങനെ മുട്ടി നിൽക്കും, അങ്ങനെ പുറത്തേക്ക് എടുക്കും ഔട്ട്പുട്ട്. അപ്പൊ എന്തോരം വേണം കറങ്ങിക്കോട്ടെ. പെർമനന്റ് കണക്ഷൻ കൊടുത്താൽ പിരിഞ്ഞ് വയറ് പൊട്ടിപ്പോകും. കറങ്ങുമോ? വയറും എന്റെ കൂടെ കറങ്ങൂല പിള്ളേരെ. അപ്പൊ എല്ലാവരും കറങ്ങുമോ? എടുത്തിരിക്കുന്ന മീറ്ററും കറണ്ടും വീടും എല്ലാം കറങ്ങാൻ പറ്റൂല. നമുക്ക് അതിന്റെ കൂടെ പോസ്റ്റും എല്ലാം കറങ്ങാൻ പറ്റുമോ? എല്ലാം കറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അപ്പൊ പിള്ളേരെ എന്തായാലും ചിലപ്പോ മനസ്സിലാക്കിയിട്ടില്ല. ഇതെന്ത് ചുമ്മാ ടീച്ചർ സ്ലിപ്പ് റിങ് പിടിപ്പിക്കാൻ പറ്റും. ഓ സ്ലിപ്പ് റിങ്, അങ്ങനെ കിടക്കണം സ്ലിപ്പ് റിങ്. അങ്ങനെയല്ലല്ലോ. സ്ലിപ്പ് റിങ് എന്തിനാണെന്ന് ഒറ്റ ചോദ്യത്തിൽ സ്ലിപ്പ് റിങ് പിടിപ്പിച്ചില്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കൂടെ കറങ്ങേണ്ട വരും. ഈ വയറെ പിടിച്ചിട്ട് അവരും കറങ്ങേണ്ട വരും. അപ്പൊ അങ്ങനെ കറങ്ങാതിരിക്കാൻ ഭയങ്കര സ്പീഡിൽ കറങ്ങും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് ഒരു സ്ലിപ്പ് റിങ് ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ കറങ്ങണവൻ അവിടെ കിടന്ന് കറങ്ങിക്കോട്ടെ, എന്നിട്ട് ഉണ്ടാവുന്നതിനെ പുറത്തേക്ക് എടുക്കും വേണം. അപ്പൊ ഇങ്ങനെ നോക്കി ഇയാൾ ഇങ്ങനെ കിടന്ന് കറങ്ങുവാന്ന് കൂട്ട്. ഫോർ എക്സാമ്പിൾ ഇത് നോക്കി ഇയാളാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുക, ഇയാൾ കറണ്ട് ഉണ്ട്, ഇത് പുറത്തേക്ക് എടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ സാധനം മുട്ടിച്ചു വെച്ച് കൊടുക്കും. അപ്പൊ ഇങ്ങനെ മുട്ടി വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കോട്ടെ അവൻ അതിന് മുട്ടി ഇങ്ങനെ ഇരുന്നോളൂ. അപ്പൊ സ്ലിപ്പാവും, കറണ്ട് പുറത്തേക്ക് കിട്ടും ചെയ്യും. ഇത് അതിന്റെ ഒരു സെറ്റപ്പാ. ഞാൻ 10ാം ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇത് അതിന്റെ സെറ്റപ്പാ, ഡെമോ ആയിരുന്നു. നോക്കി ഇതാണ് നമ്മുടെ എന്ത് അർമേച്ചർ. ഈ കറങ്ങണ ആണ് അർമേച്ചർ, റൈറ്റ്? കാണാൻ വളരെ പിള്ളേർക്ക്. അതെ, ഇത് മാഗ്നറ്റ്, ഇതൊരു മാഗ്നറ്റ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഇവിടെ സൗത്ത്, ഇത് നോർത്ത്, ഇത് രണ്ട് മാഗ്നറ്റാണ്. മാഗ്നറ്റ് ഇടയ്ക്ക് ഒരു അർമേച്ചർ ഇരിക്കുക. കണ്ടാ? ഈ സ്ലിപ്പറിങ് എവിടെയാണ് ഇതിനകത്ത്? ഇതാ സ്ലിപ്പറിങ്. ഇതാണ് ബ്രഷ്. ഈ വെച്ചാണ് ബ്രഷ്. ഇതിന്റെ ഉള്ളിലുള്ള ആ റിംഗ് ആണ് സ്ലിപ്പ് റിംഗ്. നോക്കി കറങ്ങുമ്പോ നോക്കിട്ടോ, ഇങ്ങനെ കറങ്ങുമ്പോ ആ സാധനം കറങ്ങും. കേട്ടാ? സ്ലിപ്പായി കണ്ടാ പാട് കണ്ടോ നിങ്ങൾ? സ്ലിപ്പായ കാണാൻ പറ്റുണ്ടോ? കണ്ടാ? സ്ലിപ്പായി പോണേ അത്. അതാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞ സാധനം. ഇനി അവനെ കറക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ ഇങ്ങനെ പിടിപ്പിച്ചാണുള്ളൂ കറക്കാൻ. എന്തെങ്കിലും സാധനത്തിൽ ഇറക്കിയാൽ മതി. വെള്ളം, ഞാനിപ്പോ ഈ കറക്കണതിന് പകരം വെള്ളം ചെന്ന് ഇടിക്കും, അതിങ്ങനെ കറക്കുകൊണ്ടാ. ഞാനിതിങ്ങനെ കറക്കുകയാണ്, അതിന് പകരം വെള്ളം ചെന്ന് ഇടിച്ച് ഇറക്കിയാൽ കണ്ടാ? റൈറ്റ്? ഇങ്ങനെ കറക്കാം. പിന്നെ കണക്ഷൻ ഒക്കെ ഇപ്പൊ ഒരുപാട് പഴയതാണ്. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇതിനകത്തേക്ക് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ട് വെള്ളം ചെന്ന് ഇടിപ്പിച്ചിട്ട് ഇത് തന്നെയാണ് ജനറേറ്ററിന്റെ എല്ലാ സെറ്റപ്പും. എല്ലാ ജനറേറ്ററും ഇങ്ങനെയാണ്. കണക്ഷൻ ഒക്കെ പോകുന്നത്. പിടിക്കണം. അതിന് ഇത് നമുക്ക് ബൾബ് കത്തണ കാണാമായിരുന്നു. കണക്ഷൻ ഉണ്ട്, ബൾബിലേക്ക് കണക്ഷൻ. ശരി. അപ്പൊ ഇതാണ് എന്റെ സെറ്റപ്പ്. ഇത്ര സെറ്റപ്പ് ചെയ്താൽ ഏത് ജനറേറ്ററും വർക്ക് ചെയ്യും. ഞാൻ കണക്ഷൻ കാണിച്ചു തരാം, പക്ഷെ ഓട്ടെ. അതാണ് എന്ത്, അതാണ് നമ്മുടെ AC. ഓക്കെ, ഇനി ഒരു കേസ് ഞാൻ പറയാം, ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സ്ലിപ്പ് റിംഗ് എത്ര വന്നാലും ഇങ്ങനെ ഉറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഞാൻ എങ്ങനെയാണ് അറിയാം? ഇതൊക്കെ അവിടെ ഒഴിവാക്കും, നേരെ കണക്ഷൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്തറിയാമോ? ഇയാളെ കറക്കൂല, ഈ മാഗ്നറ്റിനെ അങ്ങോട്ട് കറക്കും. അതാ ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇപ്പോഴത്തെ സെറ്റപ്പ് അങ്ങനെയാ. എന്തിനാ ഈ പാടൊക്കെ ചെയ്യണം? അവിടെയൊക്കെ സ്പാർക്കൊക്കെ ഉണ്ടാവും, തീപ്പൊരി ഉണ്ടാവും, കറണ്ടിന്റെ സ്ലിപ്പാവണേ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ഇത് പെർമനന്റ് ആയിട്ട് കൊടുക്കും, കണക്ഷൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഈ ചുറ്റി വെച്ചിരിക്കുന്ന മാഗ്നറ്റ് ഉണ്ട്, അവനെ അങ്ങോട്ട് ഇറങ്ങും. ഒരു പ്രശ്നമില്ലല്ലോ. അതാണ് ഇപ്പൊ കൊമേഴ്ഷ്യലി വലിയ
ബിഗ് ജനറേറ്ററിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരാണ് അർമേച്ചർ, ആരാണ് കറങ്ങുന്നത്, ആരാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 1 മാർക്കാ. 1 മാർക്കാ. ഞാൻ ചുമ്മാ തമാശ പറയണമെന്നില്ല, ഒന്നും എനിക്ക് അറിയില്ല. മുദ്ദസർ പറഞ്ഞു. റൊട്ടേറ്റ് ചെയ്യണത് മാഗ്നറ്റ്. ആ അത് തന്നെ, അതാണ് മാഗ്നറ്റ് ആണ്. അതാണ് റൊട്ടേറ്റിന് ആരാണ്? മാഗ്നറ്റ് ആണ്, ചുറ്റുള്ള മാഗ്നറ്റ്. മറ്റേ കോയിൽ എന്ത് ചെയ്യും? കോയിൽ സ്റ്റേഷനറി, കോയിൽ അനങ്ങാതെ നിൽക്കും, മാഗ്നറ്റ് കറക്കും. വെള്ളം ചെന്ന് ഇടിച്ചിട്ട് മാഗ്നറ്റിനെ കറക്കും. അങ്ങനെയുണ്ട്. കേട്ടോ? ഇനി രസം എന്താ പറയുക, ഇനി നമ്മൾ +2ലേക്ക് പോവാം. ഇത്ര നേരമാണ് നമ്മൾ ചെറിയ 10ാം ക്ലാസ്. +2ലേക്ക് കയറാൻ പോവാം. +2ലേക്ക് കയറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉണ്ടാകും ഇതിന്റെ പ്രിൻസിപ്പിൾ ഏതാ? ജനറേറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒറ്റ വാക്ക്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി നമ്മുടെ ഫോർമുല എപ്സിലോൺ ഈസ് ഈക്വൽ ടു -n × d∅dt ആണ്. ഇതാണ് ഫോർമുല. അതിനെ വലുതാക്കിയാൽ -n × d/dt ഓഫ് BA cos θ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച. അതിൽ ആരാണ് ഇവിടെ വേരി ചെയ്യുന്നത്? തീറ്റ. തീറ്റയാണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. അപ്പൊ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞതാ, ഞാൻ പഠിപ്പിച്ചതന്നെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവ കറങ്ങൂല, റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. എന്താ വെലോസിറ്റിയുടെ പേര് ആർക്കെങ്കിലും പറയാം? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റിയുടെ പേര് ആർക്കെങ്കിലും പറയാം? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയുടെ പേര് ആരാ? അൽഫാദെ വിളിച്ചു പറയരുത്, പാരിസെ കൈവക്കാം. ഏതാ അൽഫാദന്റെ പേര്? ആംഗുലാർ വെലോസിറ്റി. ബ്രില്യന്റ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ പേരാണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ലെറ്റർ ഒമേഗ. ഇനി കേട്ടോട്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇവൻ കറങ്ങുമ്പോ നമ്മൾ പറഞ്ഞു ആരാ വേരി ചെയ്യുന്നത്? തീറ്റ. റൊട്ടേഷനിൽ തീറ്റയുടെ നല്ല പേര് ആർക്കെങ്കിലും പറയാവോ? +1. റൊട്ടേഷനിൽ തീറ്റയുടെ നല്ല പേര് ആർക്കെങ്കിലും പറയാവോ? സലാഹുദ്ദീനെ, നല്ല പേര് തീറ്റയുടെ? സർ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ ചാടറെന്നറിയോ? നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യണം. നമ്മുടെ AC ജനറേറ്ററിനെ നമ്മൾ റൊട്ടേഷനിലേക്ക് ചാടി, +1ലേക്ക്. ഇപ്പൊ കറങ്ങൂന്ന് പറഞ്ഞല്ലോ, കറങ്ങുമ്പോ അങ്ങനെ ആംഗുലാർ വെലോസിറ്റിയെ ഒമേഗ എന്ന് വിളിക്കാം. അവന്റെ കറക്കത്തിന് സ്പീഡ് ഉണ്ടല്ലോ, വെലോസിറ്റി ഒമേഗ എന്ന് വിളിക്കാം. കറങ്ങുമ്പോ അവന്റെ ആരെ വേരി ചെയ്യണ? തീറ്റയാണ് വേരി ചെയ്യണം അല്ലേ? കറങ്ങുമ്പോ നമ്മൾ പറഞ്ഞത് ആ തീറ്റയെ നമുക്ക് എന്ത് വേണ്ടിട്ടിരിക്കാം? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. അപ്പൊ യുമാർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ കണക്ഷൻ? ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എ കണക്ഷൻ? വാട്ട് ഈസ് എ ഫോർമുല വി ഹാവ്? ഒമേഗ ഈസ് ഈക്വൽ ടു Swalia, what is the formula we have? Omega is equal to velocity is equal to V is equal to R omega. അതല്ല, അത് ആറുമായിട്ടാണ്. അതല്ലാതെ ഒമേഗയും തീറ്റയും എങ്ങനെയാണ് ഓർക്കണേ? നമ്മള് ഇങ്ങനെ ഓർക്കണേ. V is equal to displacement by time. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വിയുടെ സ്ഥലത്ത് വെലോസിറ്റി സ്ഥലത്ത് ഒമേഗ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് സ്ഥലത്ത് V ഡിസ്പ്ലേസ്മെന്റ് സ്ഥലത്ത് എന്തിട്ട് കൊടുക്കണം? തീറ്റ ബൈ ടൈം. ഇങ്ങനെ സാധനം ഉണ്ട്, മറന്നുപോയി. ഒമേഗയും തീറ്റ തമ്മിൽ ബന്ധമുണ്ട്, മറക്കരുത്. സംശയം ഇപ്പൊ ചോദിക്കണം. വിടരുത് കേട്ടോ. +2 ലെവലിലേക്ക് കയറാം നമ്മള്. വിടരുത്. ഇവിടെ പ്രശ്നം അപ്പൊ ചോദിക്കണം. അൻവറേ, എവിടെ പ്രശ്നം പറഞ്ഞു? എഴുതാണ്ട് എന്റെ ഒപ്പം എഴുതിക്കൊള്ളണം. പ്രശ്നമൊന്നുമില്ല. അതാണ് പ്രശ്നം. വലിയ പ്രശ്നം അതാണ്. ഓക്കെ, കുഴപ്പമില്ല, എഴുതിക്കോ. ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി. എങ്ങനെ വന്നെന്ന് ഉറപ്പാണല്ലോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കേട്ട പിള്ളേരെ, അങ്ങനെയാണെങ്കിൽ ഈ എപ്സിലോൺ എന്ന ഇക്വേഷൻ മാറ്റി എഴുതാമോ? ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ വേറെ കോലത്തിൽ എഴുതാമോ? ആരെങ്കിലും എഴുതാമോ? പറഞ്ഞ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈസ് ഈക്വൽ ടു ആ d∅/dt അവിടെ ഒമേഗ കൊടുത്താ പോരെ? അല്ല, അങ്ങനെയല്ല. d∅/dt വേറെ അല്ലേ മോളെ? d∅/dt ഫ്ലെക്സ് ആണ്, ഇത് തീറ്റയാണ്. അത് പറ്റില്ല. ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഇവിടെ എവിടെയാണ്? ഇതിനകത്ത് ഈ ഇക്വേഷനിൽ കൊണ്ടുവരാൻ പറ്റും. -n × d/dt ഒരു മിനിറ്റ്. -n × d/dt ഓഫ്
BA BA cos omega t. omega t. തീറ്റയുടെ സ്ഥലത്ത് എന്തിട്ട് കൊടുത്തു? ഒമേഗ ടി ഇട്ടു. തീറ്റയുടെ സ്ഥലത്ത് ഒമേഗ ടി ഇട്ടു കൊടുത്തു. ശ്രദ്ധിച്ചോട്ടോ, +2 ആട്ടോ തന്നെ, +2. ഇപ്പൊ വിടരുത്, ലാസ്റ്റ് മൊമെന്റിലേത് അപ്പഴാ +2 കയറി വന്നെ, അത് വിടരുത്. അപ്പൊ BA cos t. ശരി, ഇനി മാത്സ് ആട്ടോ, മാത്സ്. ഇനിയാണ് മാത്സ്. റുബി, ഞാൻ ചോദിക്കട്ടെ റുബിയെ, ഈ d/dt എന്താ നമ്മൾ ഉദ്ദേശിക്കണേ? ഡിഫറൻസിയേഷൻ. അതെ, ചേഞ്ച്. അതിൽ ആരതിനകത്ത് മാറുന്നത്? ബി മാറുണ്ടോ? ഇല്ല. എ മാറുണ്ടോ? ഇല്ല. ഇവിടെ കിടക്കുന്ന ആളല്ലേ ഈ മാറണ തീറ്റ എന്ന് പറഞ്ഞ സാധനം അല്ലേ? അപ്പൊ അങ്ങനെ ബി വഴി ഞാൻ പുറത്തേക്ക് എടുക്കാം, -n × b × a പുറത്തേക്ക് എടുക്കാം. d/dt ഓഫ് ആര്? cos omega t. എന്റെ കൂടെ പിള്ളേരെ എഴുതിക്കോട്ടോ, പറയണ്ടല്ലോ. ഞാൻ ഓരോ സ്റ്റെപ്പ് ഞാൻ പറയുമ്പോ എന്റെ കൂടെ മനസ്സിലാവുന്ന എഴുതിക്കോളാം. പിന്നത്തേക്ക് വെച്ചെത്തൂല. മനസ്സിലാവുന്ന അപ്പ എഴുതണം. ഞാൻ പറഞ്ഞു മനസ്സിലായത് അപ്പ എഴുതും. സംശയം അപ്പ ചോദിക്കും. -n × b × a × d/dt ഓഫ് cos omega. ഇനി കുറച്ച് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് എല്ലാവരും ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് അപ്പൊ എന്താ കിട്ടുന്നത് നോക്കട്ടെ. ഡിഫറൻഷിയേറ്റ് ചെയ്തേ, മാത്സ് ഉപയോഗിച്ചേ. ആരാ d/dt ഓഫ് cos omega t? d/dt ഓഫ് cos omega t ആരാ കിട്ടണേ? മുദ്ദസിറെ പറഞ്ഞേ. d/dt ഓഫ് cos omega t ചെയ്താൽ എന്ത് കിട്ടും? യു ഹാവ് ഡിഫറൻസിയേഷൻ cos omega t. ഡിഫറൻസിയേഷൻ അറിയില്ല. പഠിച്ചില്ല ഡിഫറൻസിയേഷൻ? മാത്സിൽ പഠിപ്പിക്കല്ല. എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. സോറി, ഞാൻ മറന്നു കേട്ടത്. നീ അങ്ങനെ മറന്നുപോയ എന്തോ പ്രശ്നമുണ്ട് അതിനകത്ത്. മറക്കൽ നീ മറന്നുപോയ എന്തോ പ്രശ്നമുണ്ട് ആ പഠനത്തില്. കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. നീ നിന്നാ പോലെ ഞാൻ മറന്നു. നീ മറന്നുപോയ എന്തോ പ്രശ്നമുണ്ട്. d/d പറഞ്ഞേ എന്ന് പറഞ്ഞേ പിള്ളേര്. എന്താ പ്രശ്നമുണ്ടല്ലോ അതിന്? രാവിലെ പറഞ്ഞേ, മറന്നുപോയാ പറഞ്ഞേ. ആദ്യം കോസ് തീറ്റ എന്ന് എടുത്തിട്ട് -sin omega t ആദ്യം കിട്ടും. ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ പോലെ കിടക്കുന്നത്. അപ്പൊ കോസിന് ആദ്യം ചെയ്യും. കോസിന് ചെയ്യുമ്പോൾ -sin കിട്ടും. -sin omega t എന്ന് എഴുതും. ഈ ഉള്ളിൽ രണ്ടെണ്ണം കിടക്കണം കാരണം അതിനാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ പോലെ കിടക്കണം കാരണം വീണ്ടും d/dt ഓഫ് omega t ചെയ്യണം. മുദ്ദസിർ ഇത് കേട്ടിട്ടുണ്ടോ? നീ ഇത് കേട്ടിട്ടുണ്ടോ? എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തത്. അത് പെട്ടെന്ന് മറന്നു കിട്ടുന്നു. ശരി, അത് ഭയങ്കരമായ പ്രശ്നമാണ്. അത് ഇന്നത്തെ എന്റെ ഉറക്കം കളയുന്ന സാധനം അത്. കാരണം ഇത്രയും നേരം പഠിച്ചിട്ട് d/dt ഓഫ് cos omega t എന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യമായ എന്നെ അലട്ടും. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞത് അത് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ശരി. അപ്പൊ d/dt ഓഫ് omega t അങ്ങനെ നമ്മൾ രണ്ടാമത് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് പ്ലസ് ആവും NBA sin omega t into d/dt of omega t. ഞാൻ ചോദിക്കണില്ലേ, d/dt of omega t ചെയ്യുമ്പോൾ ബാക്കി നമുക്കൊരു ഒമേഗ ബാക്കി വരും. റൈറ്റ്, d/dx of 2x നമുക്ക് 2 ബാക്കി വരും. ഇവിടെ 2 പുറത്തേക്ക് എടുത്തിട്ട് 1 വരൂലേ, 2 പുറത്ത്, അങ്ങനെ ഒമേഗ വരും. ഒമേഗ d/dt of omega t ഒമേഗ വരും. അപ്പൊ ഈ ഒമേഗയുടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പൊ NBA ഒമേഗ sin omega t ഉണ്ടാവും. NBA ഒമേഗ എപ്സിലോൺ ഇക്വേഷൻ തന്നെ ഉണ്ടോ നിങ്ങൾ? NBA ഒമേഗ sin omega t. ഇനി രസം എന്താണെന്നറിയാം കേട്ടോ? ഇത് n ആരാ? n ക്യാപിറ്റൽ n ആരാ പറഞ്ഞത്? ക്യാപിറ്റൽ n ആരാ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ മറ്റേ അലിയ, ക്യാപിറ്റൽ n ആരാ?
നമ്പർ ഓഫ് ടേൺസ്. കോയിലിലെ മൊത്തം നമ്പർ ഓഫ് ടേൺസ്. ആലിയ, ബി ആരാ ആലിയ? മാഗ്നറ്റിക് ഫീൽഡ്. എ ആരാ ആലിയ? ഏരിയ. ഏരിയ. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. കോയിലിലെ എൻ കോൺസ്റ്റന്റ് ആണ്. കോയിൽ ലെവൽ വെച്ചാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. കോയിലിലെ ഏരിയ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ കോൺസ്റ്റന്റ് ആണ്. എന്താണെന്നറിയാം? ഒമേഗ കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് ഇറങ്ങുള്ളൂ അവൻ. വെള്ളം വന്ന് ഇങ്ങനെ കോൺസ്റ്റന്റ് ആണ്. തോന്നിയ ദിവസം ഇടിക്കൊന്നുമില്ല എല്ലാ സ്ഥലത്തും. അതുകൊണ്ടാണ് വിൻഡിന് ഇത്ര റേഞ്ച് വേണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒമേഗ ഏകദേശം എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവരെല്ലാവരും കോൺസ്റ്റന്റുകളാണ്. ഇയാളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ മാറും. കാരണം എന്താ? ഇവിടെ ടൈം ഒരു സങ്കടങ്ങളുണ്ട്. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കോസ് 0 ആവും, സൈൻ 0 ആവും, സൈൻ 90 ആവും, സൈൻ ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കണം. ഇത് എഴുതണട്ടോ, ബോധമില്ലാതിരിക്കരുത്. 2 മിനിറ്റ് എടുക്കാം, അപ്പൊ തുണിയാൻ തരാം. അപ്പൊ എന്തായി? എപ്സിലോൺ ഈസ് ഈക്വൽ ടു NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഈ കോൺസ്റ്റന്റ് എല്ലാവരും കൂടി നമ്മൾ ഒറ്റപ്പേറ്റ് വിളിക്കും. അവനാണ് എപ്സിലോൺ മാക്സ്. അപ്പൊ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ മാക്സ് സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തുന്നു. എപ്സിലോൺ മാക്സിന് ചില സ്ഥലത്ത് എപ്സിലോൺ 0 എന്ന് കാണിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഞാൻ എപ്സിലോൺ മാക്സ് തന്നെയാണ് വിളിച്ചാക്കുന്നത്. എപ്സിലോൺ മാക്സ് സൈൻ ഒമേഗ. ഓക്കെ, അതിൽ രസം എന്താണ് നിങ്ങൾക്ക് കേട്ടോ? എപ്സിലോൺ മാക്സ് എന്താണ് അവിടെ അതിന്റെ രസം എന്താണ് കേട്ടോ? ഈ എപ്സിലോൺ മാക്സ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വലിയ ഇതുണ്ടാവാവുന്ന ഏറ്റവും വലിയ വാല്യൂ അതാണ് മാക്സ് NBA ഒമേഗ. എന്താന്ന് ഞാൻ പറയാം. ഈ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാക്സ് ആട്ടോ പറഞ്ഞത്, ശ്രദ്ധിച്ചോളാം. സമയം എന്ന് പറഞ്ഞത് വിട്ടുപോയത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനം. സൈനിന് വരാം. സൈനിന്റെ വാല്യൂ എങ്ങനെ മാറുന്നത്? സൈൻ 0 0, സൈൻ 90 1, കുറച്ച് സൈൻ കുറച്ച് 180, വീണ്ടും 0, അങ്ങനെ പോകും. സൈൻ 2 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൈൻ 270 -1 ഉണ്ടോ? ഇങ്ങനെ പോണേ. സൈൻ 360 വീണ്ടും 0, ഇങ്ങനെ കറങ്ങും. വീണ്ടും 1 0 -1 ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചുരുക്കത്തിൽ എപ്സിലോൺ എങ്ങനെ വരും? എപ്സിലോൺ മാക്സ് ഇൻടു സൈനിന് വരാവുന്ന ഏറ്റവും വലിയ വാല്യൂ +1, പിന്നെ വരാവുന്നത് -1, ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ പ്ലസ് ഓർ മൈനസ് എപ്സിലോൺ മാക്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്സിലോൺ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എപ്സിലോൺ മാക്സ് ആവും, അത് പോസിറ്റീവ് ആവും. അത് പിന്നെ കുറഞ്ഞ് എപ്സിലോൺ മാക്സ് നെഗറ്റീവ് ആവും. പിന്നെ കൂടി എപ്സിലോൺ മാക്സ് പോസിറ്റീവ് ആവും. അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു AC ജനറേറ്ററിലെ EMF ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് മാത്തമാറ്റിക്കലി ചോദിച്ചാൽ +2 പണ്ട് നമ്മൾ എങ്ങനെ പറയും? കറക്കിയിട്ട് പറയും. ഇപ്പൊ അങ്ങനെയല്ല. +2 നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പറയും. We have an equation epsilon is equal to epsilon max into sin omega t. The value of sin is continuously changing from +1 to -1. അങ്ങനെ പറയാവുള്ളൂ. ഇത് എഴുതണം. ഭീമാ ബീവി ഇത് എഴുതണം. എന്നിട്ടാ വാ വിളിക്കാവുള്ളൂ. ഇത് എഴുതി കഴിച്ചാ വാ വിളിക്കാവൂ. എവിടുന്ന് പ്ലസ് പോസിറ്റീവ് എപ്സിലോൺ മാക്സിമത്തിൽ നിന്ന് നെഗറ്റീവ് എപ്സിലോൺ മാക്സിമം എത്തും. വീണ്ടും പോസിറ്റീവ് എപ്സിലോൺ മാക്സിമം എത്തും. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ? ഒറ്റ ചോദ്യം. അതില്ലേ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ? ഉണ്ടാവുന്ന EMF. അപ്പൊ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം. വോൾട്ടേജ്. അപ്പൊ AC ജനറേറ്ററിലെ വോൾട്ടേജ് എങ്ങനെയാണ്? മാക്സിമത്തും വീണ്ടും മിനിമത്തും അങ്ങനെ പോകും. അതിനാലേ ഇതുണ്ടോ ഗ്രാഫ് വരയ്ക്കുന്നത്. വോൾട്ടേജ് അല്ലെങ്കിൽ EMF എങ്ങനെയാ? 0 മാക്സിമത്തും മിനിമത്തും മാക്സിമത്തും ഇങ്ങനെ പോകും. എന്റെ കൈ വരച്ചോണ്ടാട്ടെ. നിങ്ങൾ വളച്ച് വരയ്ക്കരുത്. ചിലർ ഞാൻ വളച്ച് വരയ്ക്കുന്നത് വളച്ച് വരയ്ക്കും. അങ്ങനെ വരയ്ക്കരുത്. എന്താണ്? മാക്സിമം മിനിമം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് എപ്സിലോൺ മാക്സ്. ഇത് എപ്സിലോൺ മൈനസ് ഉണ്ടാകും. മൈനസ് എപ്സിലോൺ മാക്സ്. ഇത് പ്ലസ് എപ്സിലോൺ. 0 90 180 270 360 ഇങ്ങനെ കൂടും.
ഇതാണ് നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്റർ തീരുന്ന രീതി ഇങ്ങനെയാണ്. സച്ചിനെ, സച്ചിൻ ഒരു മിനിറ്റ് ശരിക്കൂടാ, ഒറ്റ മിനിറ്റ് പിള്ളേരെ, ഒരു 2 മിനിറ്റ് കൂടെ നിങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഇത് എഴുതി വെച്ച പിള്ളേര് അവിടുന്ന് ഓഫീസിൽ സച്ചിൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് അഡ്രസ് ചെയ്യും. ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനോട് നമ്മൾ കഴിയാണ്. ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷന്റെ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ വിട്ടിട്ടില്ല. ഡെറിവേഷൻ മാറ്റി വെച്ച് 1-2 മാറ്റി വെച്ചതെല്ലാം അപ്പൊ പിള്ളേര് അതങ്ങനെ എന്ത് ചെയ്യാം. അടുത്ത അവിടെ AC ജനറേറ്റർ, AC എന്ന് പറഞ്ഞു. ഓക്കെ സച്ചിൻ, സച്ചിൻ ഒരു മിനിറ്റ് പോലെ ബി ബാച്ചിലോ മറ്റേ ബാച്ചിൽ എന്ത് ചെയ്യണ്ടേ? 2 ബാച്ചിലുണ്ട്. അപ്പൊ ഗുഡ് മോർണിംഗ് ഉണ്ടല്ലേ? ശരി 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 ശരി. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ തന്നെ ഫില്ല് ചെയ്ത് എന്നിട്ട് ലീവ് ചെയ്താൽ മതി കേട്ടോ. ലീവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് വേണം കേട്ടോ ലീവ് ചെയ്യാൻ. ഓക്കെ. ആ സജഷൻ പിള്ളേരെ, നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ സജഷൻ ബോക്സ് ലാസ്റ്റ് വരുന്ന കോളം സജഷൻ ശരിക്കും നോക്കണം കേട്ടോ. സജഷനും നിങ്ങൾ എന്ത് ചെയ്യണം? സജഷൻ ടൈപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് മലയാളം മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. സജഷൻ ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളെ ഓക്കെ അടിച്ചിട്ട് ലീവ് ചെയ്യാവും. അപ്പോഴാണ് ആരൊക്കെ ചെയ്തെന്ന് അറിയാൻ പറ്റും. ഇത് ഡൗട്ട് ഉള്ളത് നിന്നും അല്ലാത്ത ലീവ്